പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. അനുഗ്രഹീതമായ രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ബഹുമാന്യദാസൻ പ്രിയ ബോബി പാസ്റ്റർ അവർകൾ, പാസ്റ്റർ ബിജോഷ് വിൽസൺ അവർകൾ, ഇവിടെ ആയിരിക്കുന്ന ബഹുമാന്യരായ കർത്തൃദാസന്മാർ, സഹോദരി സഹോദരന്മാർ, ഓൺലൈനിൽ ഇന്ന് രാത്രി ഞങ്ങളെ ശ്രവിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ളതായ വന്ദനങ്ങൾ ഈ സന്ധ്യയിൽ അറിയിക്കുന്നു. പാട്ടുകാരൻ പറഞ്ഞതുപോലെ തേനിലും മധുരം വേദമല്ലാതൊന്നുമില്ല, നീ നിത്യവും അതിലെ സത്യങ്ങൾ വായിച്ച് ധ്യാനിക്കുകൻ തോഴ. സ്തോത്രം. ഇന്ന് രാത്രിയിലെ മാത്രമല്ല, ഈ ദിവസങ്ങളിലെ എല്ലാ വചന ശുശ്രൂഷയും ഇവിടെ ഇരിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഓൺലൈനിൽ ശ്രവിക്കുന്നവർക്കെല്ലാം അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രസംഗിക്കുന്ന ആൾ ബലഹീനനാണെങ്കിലും പ്രസംഗിക്കപ്പെടുന്നത് കർത്താവിൻ്റെ വചനമാണ്. സ്തോത്രം. ജീവൻ്റെ അപ്പം. സ്തോത്രം. അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തിക്കാനിടയാകട്ടെ. സ്തോത്രം. എനിക്കറിയാം, വളരെ പ്രാർത്ഥനയോടും പ്രത്യാശയോടുമാണ് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. നീണ്ട മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പബ്ലിക്കായി യാത്ര ചെയ്യുന്നത്. ഇതുപോലെ പരസ്യമായ മീറ്റിങ്ങുകൾ കർത്താവിൽ ആശ്രയിച്ച് നടത്തുന്നത്. എത്രയും വേഗം ഒരു സാമൂഹികമായ റെസ്റ്റോറേഷൻ, ഒരു പുനഃസ്ഥാപനം ഉണ്ടാവട്ടെ. എത്രയും വേഗം മനുഷ്യ സമൂഹത്തിനൊരു സൗഖ്യം ഉണ്ടാകട്ടെ എന്നൊക്കെ നമ്മൾ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ കോട്ടയത്ത് നിന്നും ഇവിടെ വരെ യാത്ര ചെയ്ത് വരുവാനും നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങിൽ സംബന്ധിപ്പാനും ഇടയായത് വലിയൊരു പദവിയായി കണക്കാക്കുന്നു. ഞാൻ എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. അതുപോലെ തന്നെ എന്നെ ക്ഷണിച്ച ഈ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട കർത്തൃദാസന്മാർക്ക്, എൻ്റെ കമ്മിറ്റിക്ക്, എൻ്റെ പ്രിയ സുഹൃത്ത് പാസ്റ്റർ ബിജോഷ് വിൽസൺ, എല്ലാവരോടുമുള്ളതായ, തൻ്റെ കുടുംബത്തോടുള്ള എല്ലാവരോടുള്ളതായ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിലൊക്കെ കോവിഡിൻ്റെ താഴ്വരയിൽ പാടി സന്തോഷിച്ചൊരു പാട്ടായിരുന്നു, കാൽവറി നാഥനൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങിയില്ല, മൃത്യുവേ വെന്നവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ, കല്ലറയെ തോൽപ്പിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി കർത്താവിൻ്റെ വാഗ്ദത്ത പ്രകാരം ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ മധ്യത്തിലുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഞാൻ അധികം മുഖവരി ഒന്നും കൂടാതെ നേരെ എൻ്റെ ടെക്സ്റ്റിലേക്ക്, കർത്താവിൻ്റെ മനസ്സിൽ പ്രകാശിപ്പിച്ചതായ ആ വേദഭാഗം, ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി അടിസ്ഥാനപ്പെടുത്തിയാണ് എളിയ ചിന്തകൾ ഇന്ന് രാത്രി കർത്താവിൽ ആശ്രയിച്ച് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ശബ്ദമുയർത്തി വായിക്കാം. അവർ ഒരുക്കിയ സുഗന്ധവർഗ്ഗം എടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കിലെത്തി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്ത് കടന്നപ്പോൾ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട്, മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവർ അവന്റെ വാക്ക് ഓർത്തു കല്ലറ വിട്ട് മടങ്ങിപ്പോയി 11 മുതലായ എല്ലാവരോടും ഇതൊക്കെയും അറിയിച്ചു. അവർ ആരെന്നാൽ മഗ്ദലക്കാരി മറിയ, യോഹന്ന, യാക്കോബിന്റെ അമ്മ മറിയ എന്നിവർ തന്നെ. അവരോട് കൂടെയുള്ള മറ്റു സ്ത്രീകളും അത് അപ്പോസ്തലന്മാരോട് പറഞ്ഞു. ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി. അവരെ വിശ്വസിച്ചില്ല. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയ്ക്കൽ ഓടിച്ചെന്ന് കുനിഞ്ഞു നോക്കി, തുണി മാത്രം കണ്ടു. സംഭവിച്ചത് എന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോന്നു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വിശുദ്ധ തിരുവെഴുത്തുകൾക്കായി സ്തോത്രം. സാധുക്കളായ ചെറിയവരായ ഞങ്ങളോട് ഇന്ന് രാത്രി അവിടുന്ന് സംസാരിക്കണം. അവിടുത്തെ വചനത്തെ അവിടുന്ന് വിഭജിക്കണം. ഞങ്ങളെ അനുഗ്രഹിക്കണം.
എല്ലാ മഹത്വം കർത്താവിന്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. അവൻ ഇവിടെയില്ല. ഹീസ് നോട്ട് ഹിയർ ബട്ട് ഹാസ് റിസൺ. ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സ്തോത്രം. സുവിശേഷങ്ങളുടെ അവസാനങ്ങളിൽ, ലാസ്റ്റ് ചാപ്റ്റേഴ്സിൽ 4 സുവിശേഷങ്ങൾ വിളിച്ചു പറയുന്ന ഒരു ദൂതാണ് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. തുറന്ന കല്ലറയിലാണ് സുവിശേഷങ്ങളെല്ലാം അവസാനിക്കുന്നത്. 1 ലൈഫ്, 1 സ്റ്റോറി, 4 ഡയമെൻഷൻസ്. ഒറ്റ ലൈഫ്, നിസ്തുല്യമായ ഒരു വ്യക്തിത്വം, 4 എഴുത്തുകാർ, 4 വീക്ഷണകോണിൽ അത് രേഖപ്പെടുത്തി പരിശുദ്ധാത്മാവിൻ്റെ നിശ്വാസ്യതയിൽ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. 4 സുവിശേഷങ്ങൾ 4 പോർട്രേറ്റ്സ് ആണ്, ഫോട്ടോഗ്രാഫ്സിനേക്കാളും. എല്ലാം ഒരുപോലെയല്ല, 4 വീക്ഷണകോണിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ ജീവിതത്തെ അനാവരണം ചെയ്തിരിക്കുക. മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത് വംശാവലിയോടുകൂടിയാണ്. അബ്രഹാമിൻ്റെ പുത്രനായ, ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. യഹൂദൻ്റെ ചരിത്രത്തോട്, അതിന് തൊട്ടു മുമ്പുള്ള പുസ്തകങ്ങളോട് സുവിശേഷത്തിൻ്റെ ആരംഭം വിളക്കി ചേർത്തിരിക്കുക. അബ്രഹാമിൻ്റെ സ്റ്റോറിയുടെ തുടർച്ച, ദാവീദിൻ്റെ സ്റ്റോറിയുടെ തുടർച്ച, അതിനുശേഷം ഒരു നീണ്ട വംശാവലിയാണ്. ലൂക്കോസ് ആരംഭിക്കുന്നത് യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെക്കുറിച്ച്, സെഖര്യാവിനും എലിസബത്തിനും ദേവാലയത്തിനുള്ളിൽ ശുശ്രൂഷിക്കുന്ന സെഖര്യാവിനോട് ദൂതൻ, ഗബ്രിയേൽ ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ട്, ദാനിയേലിന്റെ പുസ്തകത്തിന് ശേഷം നീണ്ട സംവത്സരങ്ങൾക്ക് ശേഷമാണ് ഗബ്രിയേൽ ഭൂമിയിൽ വന്നൊരു വ്യക്തിയെ അഭിസംബോധന ചെയ്യുന്നത്. ആലയത്തിൽ ആരംഭിച്ച് ആലയത്തിൽ അവസാനിക്കുന്ന സുവിശേഷമാണ് ലൂക്കോസിന്റെ സുവിശേഷം. അതിൻ്റെ ഇടയിൽ ഒരു വംശാവലിയുണ്ട്. ആ വംശാവലി ആദം വരെ നീളുന്ന വംശാവലിയാണ്. മർക്കോസിന്റെ സുവിശേഷം ഇങ്ങനെ ഒന്നുമല്ല ആരംഭിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം ആരംഭിക്കുന്ന യേശുവിന്റെ ശുശ്രൂഷയോടുകൂടിയാണ്, യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള പരാമർശത്തോടു കൂടിയാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് ഇവിടെ എങ്ങുമല്ല. അതിങ്ങനെ ആരംഭിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. മർക്കോസിന്റെ സുവിശേഷം യേശുവിന്റെ ശുശ്രൂഷയിൽ ആരംഭിക്കുന്നെങ്കിൽ, ലൂക്കോസും മത്തായിയും കുറച്ചുകൂടെ പുറകോട്ട് പോയി യേശുവിന്റെ ജനനത്തെക്കുറിച്ച് പറയുന്നെങ്കിൽ, യോഹന്നാൻ കുറച്ചും കൂടെ പുറകോട്ട് പോയി, അല്ല നിത്യതയോളം പുറകോട്ട് പോയി പിതാവിൻ്റെ കൂടെ ആയിരുന്ന പുത്രനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. ഇതിൻ്റെ സുവിശേഷങ്ങളുടെ യാത്രയിലെല്ലാം വ്യത്യാസമുണ്ട്. പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി റബായി ഇരുന്ന് ശിഷ്യന്മാരെ തൻ്റെ അടുക്കൽ വിളിച്ചു, അവരോട് വാമൊഴിയായി പറഞ്ഞു, നിങ്ങൾ ഈ കൽപ്പന ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്കണമേ, മലയുടെ മുകളിൽ കയറി ഇരുന്ന് പുതിയ നിയമം കൊടുക്കുന്ന മോശയേക്കാൾ ശ്രേഷ്ഠനായ പുതിയ മോശയെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം വേറെ ഒരു, നസ്രയത്തിലെ ദേവാലയത്തിൽ ചെന്ന് യെശയ്യാവിന്റെ ചുരുള് മേടിച്ച് അത് വായിച്ച് ഈ തിരുവെഴുത്തിന് ഇന്ന് നിവൃത്തിയായി എന്നൊക്കെ പറഞ്ഞ് വേറെ ഒരു റൂട്ടിലാണ് ലൂക്കോസ് പ്രോഗ്രസ് ചെയ്യുന്നത്. മാർക്കോസിന്റെ സുവിശേഷം വേഗത്തിലാണ്. പെട്ടെന്ന് അവന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. വളരെ കുറച്ച് പഠിപ്പിക്കലുകൾ, കൂടുതലും യേശുവിൻ്റെ ആക്ഷൻസിൽ, പ്രവൃത്തിയിൽ ഊന്നിയ സുവിശേഷമാണ് മാർക്കോസിന്റെ സുവിശേഷം. യോഹന്നാന്റെ സുവിശേഷം കുറച്ചുകൂടെ തിയോളജിക്കലാണ്. എല്ലാ സുവിശേഷവും തിയോളജിക്കലാണ്. എന്നാൽ കുറച്ചും കൂടെ വ്യക്തമായി താൻ മശീഹയാണെന്നും എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നെന്നും ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമൊക്കെയാണെന്ന് ഉറപ്പിച്ച് നമ്മളെ കേൾപ്പിക്കുന്ന ഒരു സുവിശേഷം. ഓക്കെ, ഇതെല്ലാം വ്യത്യസ്തമാണ്. എന്നാൽ ഈ 4 സുവിശേഷങ്ങളിലും ശ്രദ്ധിക്കണേ, ഇന്ന് രാത്രിയിൽ 4 സുവിശേഷങ്ങളിലും ഒരു പ്രത്യേക പോയിന്റിലെത്തുമ്പോൾ അത് ക്രൂശിലേക്ക് തിരിയുന്നുണ്ട്. ശ്രദ്ധിക്കണം, ഞാൻ വിശദീകരിക്കാം. മർക്കോസിന്റെ സുവിശേഷത്തെ 16 ചാപ്റ്റേഴ്സ്. 8ാമത്തെ ചാപ്റ്ററിൽ എത്തുമ്പോൾ ഫിലിപ്പിന്റെ കൈസരയിൽ വെച്ച് യേശു ചോദിക്കുന്നു, മനുഷ്യപുത്രനെ ആളുകൾ ആരെന്ന് പറയുന്നു. വിവിധ ആൻസേഴ്സ് അവർ കൊടുക്കുക. എന്നാൽ അതിനുശേഷം, ആ ഒരു സംഭവത്തിന് ശേഷം കർത്താവ് തൻ്റെ ക്ലാസിന്റെ രീതി ഒന്ന് മാറ്റി. കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവനെ ക്രൂശിക്കുന്നു. നോക്കി, ക്രൂശിലേക്ക് അവിടെ തിരിയുക മാർക്കോസിന്റെ സുവിശേഷം. മത്തായിയുടെ സുവിശേഷവും 16ാം അധ്യായത്തിൽ എത്തുമ്പോൾ
ഇതുപോലെ ക്രൂശിലേക്ക് തിരിയുക. ലൂക്കോസിന്റെ സുവിശേഷം 9:50 ഇങ്ങനെ എഴുതിയിരിക്കുക, യെരുശലേമിലേക്ക് പോകാൻ യേശു മനസ്സുറപ്പിച്ച് യെരുശലേമിലേക്ക് യാത്ര ചെയ്തു. നോക്കി, സുവിശേഷങ്ങൾ ക്രൂശിലേക്ക് തിരിയുക. യോഹന്നാന്റെ സുവിശേഷമോ 2-ാം അധ്യായത്തിൽ യേശു പറയുക, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. യേശുവിന്റെ അമ്മ പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. കർത്താവ് പറഞ്ഞു എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. യോഹന്നാൻ 7-ാമത്തെ ചാപ്റ്ററിൽ, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ തൻ്റെ സഹോദരന്മാർ ചോദിച്ചു, യെരുശലേമിൽ പെരുന്നാളിൽ പോകണില്ലേ? യേശു പറഞ്ഞു എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. 8:20 ആരും അവന്റെ മേൽ കൈവച്ചില്ല, കാരണം അവന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്താ ഈ യേശുവിന്റെ നാഴിക? അതിനുശേഷം ഇങ്ങനെ വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ 12-ാമത്തെ ചാപ്റ്ററിൽ എത്തുമ്പോൾ ഒരു ചെറിയ ക്ലൂ വായനക്കാരന് കൊടുക്കുക. കർത്താവ് പറയാ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, 13-ാമത്തെ ചാപ്റ്റർ യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് അറിയാമോ? നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ടെന്ന. ഓക്കെ, ആദ്യത്തെ 12 ചാപ്റ്ററിൽ ആവർത്തിച്ച് നാഴിക വന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ട് 13-ാമത്തെ ചാപ്റ്റർ എത്തുമ്പോൾ നമ്മളോട് പറയുക യേശുവിൻ്റെ നാഴിക വന്നു. അത് മാത്രമല്ല, പെസഹ പെരുന്നാളിന് മുമ്പ് താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകാനുള്ള നാഴിക. നോക്കി, പെസഹ പെരുന്നാളും യേശുവിൻ്റെ നാഴികയും കൂടെ ഒരുമിച്ച് സമ്മേളിക്കുക യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ. നിങ്ങൾക്കറിയാം പെസഹ പെരുന്നാൾ എന്താണെന്നും എവിടെ ആരംഭിച്ചതെന്നാണെന്നും. കട്ടളക്കാലിൻ്റെ മേലും കുറുമ്പടി മേലും കുഞ്ഞാടിൻ്റെ രക്തം തളിച്ച് ഫറവോന്റെ ശക്തിയെ ഭയപ്പെടാതെ ഒരു വലിയ കൂട്ടം ജനത്തെ തൻ്റെ ബലമുള്ള വലങ്കരം കൊണ്ട് ദൈവം പുറപ്പെടുവിച്ച രക്ഷാചരിത്രമാണ് പെസഹായുടെ ചരിത്രം. ഓക്കെ, യേശുവിൻ്റെ ചരിത്രം, യേശുവിൻ്റെ നാഴികയും പെസഹ പെരുന്നാളും കൂടെ ഒരുമിച്ച് വരികയാണ്. എന്നാൽ ക്രൂശ് കൊണ്ട് യേശുവിൻ്റെ സ്റ്റോറി അവസാനിച്ചില്ല. പുറമൊക്കെ ഒഴിവ് ചാലുകൾ പോലെ കീറി, തലയിൽ മുൾക്കിരീടം ആഴ്ന്നിറങ്ങി, അതിക്രമക്കാരുടെ നടുവിൽ ഒരു അതിക്രമക്കാരനെ പോലെ ആകാശത്തെ വിരിച്ച, ഭൂമിക്ക് അടിസ്ഥാനമിട്ട സർവശക്തനായ കർത്താവ് ക്രൂശിൽ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി. എന്നാൽ 3-ാം ദിവസം മരണത്തെ ജയിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ സുവിശേഷങ്ങളും തുടങ്ങുന്നതും റൂട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതും വ്യത്യസ്ത പന്ഥാവിലാണെങ്കിൽ അവസാനിക്കുന്നതെല്ലാം ഒരു പോയിന്റിലാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശും യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവും ചാപ്റ്റേഴ്സ് നിരത്തി വെച്ചിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, യേശുവിൻ്റെ സുവിശേഷത്തെ ഒറ്റ വാക്യത്തിലൊന്ന് പറയാമോ? കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 15:3-4 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവസഭയ്ക്ക് ലേഖനം എഴുതിയ പറയുക, ക്രിസ്തു മശിഹ തിരുവെഴുത്തിന് പ്രകാരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിന് പ്രകാരം ക്രൂശിക്കപ്പെട്ടു, 3-ാം നാൾ അടക്കപ്പെട്ടു, 3-ാം നാൾ തിരുവെഴുത്തിന് പ്രകാരം ഉയർത്തെഴുന്നേറ്റു. നോക്കിയേ, സുവിശേഷത്തെ ഒറ്റ വാക്യത്തിൽ കൊള്ളിച്ചിരിക്കുക. ഓടിപ്പോകുന്ന വഴിക്ക് ഒരാളോട് സുവിശേഷം പറയണമെങ്കിൽ ഈ വാക്യം ഒന്ന് കോട്ട് ചെയ്താൽ മതി. തിരുവെഴുത്തിൻ പ്രകാരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മശിഹ മരിച്ചെന്നും ആ മശിഹായെ അടക്കം ചെയ്തെന്നും 3-ാം നാൾ മരണത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റെന്നുള്ള മെസ്സേജാ സുവിശേഷം. ഇന്ന് രാത്രി ഞങ്ങൾ ഈ ദേശത്തോട് വിളിച്ചു പറയുന്ന രക്ഷാദൂതിന്റെ കണ്ടന്റ്, ലോകത്തിലെ മുഴുവൻ പാപങ്ങളുടെയും പരിഹാരത്തിനായി മശിഹയായി ഭൂമിയിലേക്ക് വന്ന ദൈവത്തിന്റെ ഓമനപുത്രൻ കാൽവറിയിൽ തകർക്കപ്പെട്ടെന്നും എന്നാൽ അതിനുശേഷം 3-ാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റെന്നുള്ള സ്റ്റോറിയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം ഇന്ന് രാത്രി നമ്മൾ വായിച്ചു. ഏറ്റവും നീളത്തിൽ സുവിശേഷങ്ങളിൽ ഒരു പുനരുത്ഥാനത്തിന്റെ ചാപ്റ്റർ ലൂക്കോസ് 24, 53 വാക്യങ്ങളുണ്ട്. എന്നാൽ യോഹന്നാൻ പറയുന്ന പുനരുത്ഥാനത്തിന്റെ അക്കൗണ്ട് 2 ചാപ്റ്റേഴ്സിലാണ്, 20ഉം 21ഉം ഉണ്ട്. എന്നാൽ ഒരു ചാപ്റ്റേഴ്സിൽ ഏറ്റവും നീളത്തിൽ പുനരുത്ഥാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷമാണ്. നമ്മൾ വായിച്ചത് അതിന്റെ ആദ്യത്തെ ഭാഗം 1 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ. ആ ഭാഗത്ത് ഒരു തുറന്ന കല്ലറയും ദൂതന്മാരുടെ പ്രസംഗവുമാണ്. ഇന്ന് രാത്രിയിൽ എൻ്റെ മെസ്സേജ് ആ ഭാഗത്തു നിന്നാണ്. തുറന്ന ഒരു കല്ലറയും ദൂതൻ പറഞ്ഞ ഒരു മെസ്സേജും ഇന്ന് രാത്രി ആ ഭാഗം. ഇന്ന് 2ാമത്തെ ഭാഗം ഇതാണ്, നിങ്ങളുടെ വായനയ്ക്ക് വേണ്ടി ഞാൻ പറയാം.
അതിൻ്റെ 24-13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ ദൂതന്മാരുടെ പ്രസംഗമല്ല, അവിടെ കർത്താവിൻ്റെ ക്ലാസ്സാണ്. എമ്മോസിലേക്ക് പോയ 2 ശിഷ്യന്മാരോട് കൂടെ എൻ്റെ ചിന്തയിൽ ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് എമ്മോസിലേക്ക് പോയ ക്ലെയോഫാവും വേറൊരാളും കൂടെ നടന്നു പോകുമ്പോൾ അവരുടെ കൂടെ നടന്ന് മനോഹരമായ എമ്മോസിലേക്കുള്ള വഴിത്താരയിൽ പൊടി പിടിച്ച മണ്ണിൽ എൻ്റെ ചിന്തയിൽ 2 വശത്തും വിശാലമായ പ്രകൃതി രമണീയമായി നിൽക്കുന്ന കുന്നുകളും താഴ്വരയുമൊക്കെയുള്ള ആ എമ്മോസിലേക്കുള്ള യാത്രയിൽ അവരോട് കൂടെ നടന്ന് അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. എന്നാൽ അവരുടെ കൂടെ നടന്ന് പഴയ നിയമ പുസ്തകങ്ങളെ, മോശ തുടങ്ങി പ്രവചന പുസ്തകങ്ങളിലും തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് തെളിയിച്ചു കൊടുക്കുന്ന കർത്താവിൻ്റെ ചരിത്രമാണ് 2ാം ഭാഗം. 3ാം ഭാഗം 36 മുതലുള്ള വാക്യങ്ങൾ 24-ന്റെ അവിടെ യേശു പ്രത്യക്ഷപ്പെടുന്നതും അവരെ അനുഗ്രഹിക്കുന്നതും എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണമെന്ന് പറയുന്നതും അവരുടെ മുമ്പാകെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതായ ഭാഗമാണ്. 3 യൂണിറ്റ്. ഒന്ന് ദൂതന്മാരുടെ പ്രസംഗം, 2 യൂണിറ്റ് യേശുവിൻ്റെ ക്ലാസ്, 3ാമത്തെ യൂണിറ്റിൽ യേശു അവർക്ക് പ്രത്യക്ഷപ്പെടുകയും അവരെ അനുഗ്രഹിക്കുകയും സ്വർഗത്തിലേക്ക് കയറിപ്പോവുകയും ചെയ്യുക. ഇന്ന് ഭാഗം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഭാഗം മാത്രമാണ് നാം നിൽക്കുന്നത്. 24-ലെ 1-ാമത്തെ വാക്യം നാം വായിച്ചിങ്ങനെയാണ്: അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ ഒരുക്കിയ സുഗന്ധവർഗവുമായി അവർ കല്ലറയിലേക്ക് ചെന്നു. അങ്ങനെയല്ലേ നിങ്ങളുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? ഇവരാരാന്ന് പറയുന്നത് 10-ാമത്തെ വാക്യത്തിൽ നോക്കിയേ. 10-ാമത്തെ വാക്യത്തിലാണ് ഈ പോയ സ്ത്രീകൾ ആരാണെന്ന്. ഒരു കൂട്ടം സ്ത്രീകൾ ഇരുട്ടുള്ളപ്പോൾ തന്നെ അതിരാവിലെ കല്ലറയിലേക്ക് ഓടുന്ന, വെറുതെയല്ല, ഒരുക്കിയ സുഗന്ധവർഗവുമായിട്ട് കല്ലറയിലേക്ക് യാത്ര ചെയ്യുന്നത് പറഞ്ഞുകൊണ്ടാണ് ലൂക്കോസ് 24 അവസാനിക്കുന്നത്. എന്നാലും തൊട്ട് പുറകിലുള്ള പാസേജ്, അതിൻ്റെ 23-ാമത്തെ അധ്യായം യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ അധ്യായമാണ്. അതിൻ്റെ 52 മുതലുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ ആ ശരീരത്തെ യഹൂദ മര്യാദ പ്രകാരം അരിമത്യക്കാരനായ ജോസഫ് തൻ്റെ കല്ലറയിൽ സംസ്കരിക്കുന്ന ഭാഗമാണ്. ജോസഫ് ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോഴോ കുരുടന്മാരുടെ കണ്ണ് തുറന്നപ്പോഴൊന്നും ഈ യാത്രയിൽ ഉണ്ടായിരുന്ന ആളല്ല. എന്നാൽ ഈ ഒരു ജംഗ്ഷനിൽ എല്ലാവരും ഓടിപ്പോയ ഈ ഒരു ജംഗ്ഷനിൽ യേശുവിൻ്റെ ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വർഗം കരുതി വച്ചിരുന്നതായിരുന്നു അരിമത്യക്കാരനായ ജോസഫ് എന്ന മന്ത്രി. ദൈവരാജ്യത്തെ കാത്തിരിക്കുന്ന നീതിമാനായ ഒരു മനുഷ്യൻ അടക്കം ചെയ്യുന്ന ഭാഗം നോക്കിയ ഭാഗം ശ്രദ്ധിച്ച്. അതിനുശേഷം അതിൻ്റെ താഴോട്ട് വരുമ്പോൾ ഇങ്ങനെ അവിടെ ഇരിക്കുന്ന ലാസ്റ്റ് ഭാഗം 55-ാമത് വാക്യം: ഗലീലയിൽ നിന്നും യേശുവിനെ അനുഗമിച്ച സ്ത്രീകളും അവനെ അടക്കം ചെയ്ത വിധവും അവൻ്റെ കല്ലറയിൽ അവനെ വെച്ച വിധവും നോക്കി കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് 23-ാമത്തെ ചാപ്റ്റർ അവസാനിക്കുന്നത്. നോക്കി, ആ സ്ത്രീകൾ ഗലീലയിൽ നിന്നും യേശുവിനെ അനുഗമിക്കുന്നതാണ്. ഇതിൻ്റെ 8-ാമത്തെ ചാപ്റ്റർ ഉണ്ട് ഇങ്ങനെ, ലൂക്കോസിൻ്റെ 8. നമുക്ക് വായിക്കാൻ രാത്രി സമയമില്ലാത്തതുകൊണ്ടാണ്. 8-ന്റെ 3 ഇങ്ങനെയുണ്ട്: തങ്ങളുടെ വസ്തുവകകളിൽ നിന്നും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഈ സ്ത്രീകൾ അവരുടെ പേഴ്സ് തുറന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു. ഇപ്പം കർത്താവ് ഇവിടെ വന്ന് ശുശ്രൂഷിച്ചപ്പോൾ എല്ലാം എപ്പോഴും റിസോർട്ട്സ് ഇങ്ങനെ നിറഞ്ഞു കവിയൊന്നുമല്ലായിരുന്നു. ദാഹിച്ചിട്ട് ഒരു ശമരിയക്കാരി സ്ത്രീയുടെ മുമ്പിൽ സകല കടലിലെയും വെള്ളത്തെ നിറച്ചവൻ ഒരു ചെറിയ പാത്രം വെള്ളത്തിന് വേണ്ടി ഒരു ശമരിയക്കാരി സ്ത്രീയുടെ മുമ്പിൽ കൈ നീട്ടിയത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഞാൻ വായിക്കുന്നുണ്ട്. വഴി നടന്ന് ക്ഷീണിച്ചിട്ട് വിശന്നിട്ട് അത്തിമരത്തിൽ നിന്ന് വല്ലതും കിട്ടുമോ എന്ന് നോക്കി അതിൻ്റെ അടുത്ത് ചെന്ന് ഒരു അത്തിപ്പഴത്തിന് വേണ്ടി പരതുന്ന ഒരു യേശുവിനെ ഈ സുവിശേഷത്തിൽ ഞാൻ വായിക്കുന്നുണ്ട്. നോക്കണം, ആ യാത്രയിൽ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ, ഞെരുക്കത്തിന്റെ നടുവിൽ, മനുഷ്യവർഗത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കാൻ വേണ്ടിയുള്ള ആ വലിയ യാത്രയുടെ നടുവിൽ ഈ സ്ത്രീകൾ തങ്ങളുടെ പേഴ്സ് തുറന്ന് യേശുവിനെ ശുശ്രൂഷിച്ചെന്ന് ലൂക്കോസ് 8:3 രേഖപ്പെടുത്തിയിരിക്കുക. ഒരുപക്ഷെ സ്റ്റേജിൽ വന്ന് പ്രസംഗിച്ചില്ലായിരിക്കാം, ഒരുപക്ഷെ വലിയ ക്ലാസ്സുകളൊന്നും എടുത്തില്ലായിരിക്കാം. എന്നാൽ ലഭിച്ച റിസോർട്ട്സിനകത്ത് നിന്നും ഈ നസ്രേനായ യേശുവിൻ്റെ ഈ സ്വാതന്ത്ര്യ വലിയ മൂവ്മെന്റിനെ അവർ തങ്ങളുടെ പേഴ്സ് തുറന്ന് സഹായിച്ചു കേട്ടോ. ചെറുതൊന്നും മറന്നു പോകുന്ന ഒരു സ്വർഗമല്ല നമ്മുടെ സ്വർഗം. ചെറിയ ശുശ്രൂഷകളായിക്കൊള്ളട്ടെ, കർത്താവിൻ്റെ നാമത്തിൽ പരമാർത്ഥതയോടെ ചെയ്താൽ അതൊക്കെ കണക്കിടുന്ന ഒരു സ്വർഗം നമ്മുടെ മുകളിലുണ്ടെന്ന് രാത്രി ആരും മറക്കരുത്. സ്തോത്രം. ഇവിടെ ശ്രദ്ധിച്ചേ, ആ സ്ത്രീകൾ ഈ അത്ഭുതങ്ങൾ കണ്ടവരാ.
5 അപ്പം കൊണ്ട് 5000 പേരിലധികം പേരെ പോഷിപ്പിക്കുന്നത് അവർ കണ്ടവരാ. കുരുടന്റെ കണ്ണു തുറക്കുന്നവർ കണ്ടു. 38 വർഷമായി കുളക്കരയിൽ കിടന്നവനെ ഒറ്റ വാക്കുകൊണ്ട് എഴുന്നേൽപ്പിച്ചു വിടുന്നത് അവർ കണ്ടു. ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ നിന്നിട്ട് 4 ദിവസങ്ങൾക്ക് മുമ്പ് രക്തധമനികളിലെ ഓട്ടം നിന്നുപോയി. അടഞ്ഞുപോയ അവന്റെ കണ്ണുകളും ജീർണിക്കാൻ തുടങ്ങിയ കോശങ്ങളും എല്ലാം തുറന്നാൽ ജീർണതയും ദുർഗന്ധവും വമിക്കുമെന്ന് മാർത്ത പറഞ്ഞത് കേൾക്കാതെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞ കർത്താവ് ആ കല്ലറയുടെ വാതുക്കൽ നിന്ന് പറഞ്ഞ ഒറ്റ വാക്കിന്റെ അധികാര നിമിത്തം അവന്റെ ധമനിയിലെ ഓട്ടം രക്തധമനിയിലെ ഓട്ടം പഴയതുപോലെയായി. ആ മനുഷ്യൻ കെട്ടിവെച്ച കെട്ടൊഴികെ ബാക്കിയെല്ലാം പഴയതുപോലെ ഒരു ലാസർ കല്ലറയിൽ നിറങ്ങി വരുന്നവർ കണ്ടതാണ്. ഞാൻ എൻ്റെ മോളുടെ കണ്ണ് പരിശോധിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി ക്യൂ നിന്നപ്പോൾ, ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാതിക്കൽ ക്യൂ നിന്നപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ചെറിയ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു മനുഷ്യൻ മരിച്ചാൽ 4 മണിക്കൂറിനകം അവൻ്റെ നേത്രം ദാനം ചെയ്യണം. 4 മണിക്കൂർ കഴിഞ്ഞാൽ ഈ സിസ്റ്റം വളരെ കോംപ്ലക്സ് ആയ സിസ്റ്റമാണ്. ഇപ്പോൾ ഏറ്റവും നല്ല ഫോണിന് പോലും ഇത്രയും നല്ല ലെൻസ് ഇല്ല, ഇത്രയും അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. ആ സിസ്റ്റം കൊളാപ്സ് ആകും. അതുകൊണ്ടാണ് ഈ എയർ ആംബുലൻസിലൊക്കെ ഹൃദയം കൊണ്ടുപോകണം, എത്രയും വേഗത്തിൽ എത്തിക്കണം. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു 4 മണിക്കൂറിനകം നേത്രം ദാനം ചെയ്യണം, അതല്ലെങ്കിൽ പിന്നെ സിസ്റ്റം കൊളാപ്സ് ആകും. അപ്പം ഞാൻ ആ ക്യൂവിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഓർത്തു, ദൈവമേ 4 മണിക്കൂർ അല്ലല്ലോ, 4 ദിവസം കഴിഞ്ഞ കല്ലറയുടെ മുമ്പിൽ നിന്നിട്ടും ആ വാക്കിൻ്റെ അധികാരം എത്ര വലുതായിരുന്നു സുവിശേഷം നമ്മളോട് പറയുക. ഓക്കെ, ഇതെല്ലാം ഇവർ കണ്ടവരാ. എന്നാൽ അത്ഭുതം മാത്രമല്ല അവർ കണ്ടത്. ഈ ശിഷ്യന്മാരുടെ യാത്രയിൽ അവരാരും പ്രതീക്ഷിക്കാത്തൊരു വഴിത്തിരിവ്, ഞാൻ പറഞ്ഞല്ലോ, ക്രൂശിന്റെ വഴിത്തിരിവ്. പത്രോസ് പറഞ്ഞു, ഒരിക്കലും നിനക്കത് ഭവിക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ ആ പുറമൊക്കെ ഉഴവ് ചാല് പോലെ കീറുന്നത് അവർ കണ്ടു. ഭാരമേറിയ ഒരു കുരിശുമായി യെരുശലേമിന്റെ കർത്താവ് നിന്ദിതനായി, തുപ്പലേറ്റവനായി, ആ വലിയ ഭാരമേറിയ കുരിശുമായി യെരുശലേമിന്റെ തെരുവീതിയിലൂടെ നടന്നു പോകുന്നവർ കണ്ടു. അതിക്രമക്കാരുടെ നടുവിൽ സൂര്യൻ പോലും മുഖം മറച്ച ഇരുട്ട് പറന്ന ഒരു ഉച്ചയിൽ അവന്റെ ശരീരം ആ ക്രൂശിൽ തൂങ്ങുന്നത് അവർ നേരിട്ട് കണ്ടവരാ, ദൃക്സാക്ഷികളാ. അവനെ അടക്കം ചെയ്യുന്നത് അവർ കണ്ടു. ഇത്രയും പറഞ്ഞിട്ടാ ലൂക്കോസ് 24 ചാപ്റ്ററിൽ ബിഗിൻ ചെയ്യുക. ശബത്തിൽ സ്വസ്ഥമായിരുന്നു. ഞാൻ വിചാരിക്കുന്നു വളരെ ആങ്ഷ്യസായി. ഏകദേശം 3 മണിക്ക് ഇറക്കിയ 3 മണിയോടെ കർത്താവ് മരിച്ചതിന് ശേഷം വൈകുന്നേരം 6 മണിക്ക് ശബത്ത് ആരംഭിക്കുന്നുള്ള 3 മണിക്കൂറിനകത്ത് ഏകദേശം 100 റാത്തൽ കൊണ്ട് ഒരു രാജകീയ ശവസംസ്കാരം യേശുവിന് യഹൂദ മര്യാദ പ്രകാരം ലഭിച്ചു. തോട്ടത്തിൽ താൻ വെട്ടിയിരുന്ന തൻ്റെ കല്ലറയിൽ യോഗ്യമായി യേശുവിനെ അടക്കം ചെയ്തു. എന്നാൽ ആ ശബത്തിൽ, പിറ്റേ ശബത്തിൽ സ്വസ്ഥമായിരുന്നിട്ട് ഇതെല്ലാം ഒരുക്കി വെച്ചിട്ട് ആകാംക്ഷയോടെ കാത്തിരുന്നിട്ട് സൂര്യൻ ഉദിക്കാൻ ഇരുട്ടുള്ളപ്പോൾ തന്നെ അരുമനാഥന്റെ ശരീരത്തിൽ പൂശുവാൻ ഒരു ഫ്ലാസ്കിനകത്ത് കുറച്ച് സുഗന്ധവർഗവുമായി ഈ സ്ത്രീകൾ കല്ലറയിലേക്ക് ഓടുകയാണ്. ഓക്കെ, ഞാനത് വായിച്ചപ്പോൾ അണ്ടർലൈൻ ചെയ്തൊരു ഭാഗം, അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ 1, 2 ഒരുക്കിയ സുഗന്ധവർഗമായി. യേശുവിനോടുള്ള ഒരു ഡിവോഷൻ അതിനകത്തില്ലേ? യേശുവിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അതിനകത്തില്ലേ? ഇവിടെ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോൾ എനിക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ക്രിസ്തീയ ജീവിതത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് ഈ സമർപ്പണം മാത്രമാണ്. എന്ത് ചെയ്തെന്നോ എന്ത് ചെയ്തില്ല, ഇതിനെല്ലാം പ്രാധാന്യമുണ്ടെങ്കിലും അതിന്റെ എല്ലാം പിറകിൽ യേശുവിനോടുള്ള സ്നേഹനിർഭരമായ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്തോത്രത്തിനും സ്തോത്രകാഴ്ചയ്ക്കും പ്രസംഗത്തിനും ക്ലാസിനുമാണ് പ്രസക്തിയുള്ള ദൈവരാജ്യത്തിന്റെ പ്രസംഗത്തിന് മുമ്പിൽ. ഓക്കെ, ആ ശരീരത്തിൽ പൂശാൻ വേണ്ടി അവർ ഓടുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ സുഗന്ധവർഗമൊക്കെ കോസ്റ്റ്ലിയാണ്. ഒരു പ്രാവശ്യം ഒരു വിലയേറിയ ഭരണി കൊണ്ട് പൊട്ടിച്ചപ്പോൾ ഇസ്കറിയാത്ത യൂദ പറഞ്ഞു, 300-ലധികം കാശിന് വിറ്റ് എന്ത് ചെയ്യാൻ പറ്റത്തില്ലേ? ദരിദ്രർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കോസ്റ്റ്ലിയാണ്, നോക്കി, എക്സ്പെൻസീവാ. എന്നാൽ അവരത് ഒരുക്കി വെച്ചു, കാരണം കർത്താവിന് വേണ്ടിയാ ഒരുക്കി വെച്ചിട്ട് അതുമായിട്ട് ഓടുകയാണ്. ശ്രദ്ധിക്കണേ, നമ്മൾ സാധാരണ പ്രസംഗിക്കുന്നുണ്ട്, സുവിശേഷം അറിഞ്ഞാൽ, ആരാധിച്ചാൽ, രക്ഷിക്കപ്പെട്ടാൽ എനിക്ക് ഇന്നതൊക്കെ കിട്ടും. കർത്താവ് തരും കേട്ടോ, കർത്താവ് അനുഗ്രഹിക്കുന്ന കർത്താവ് തന്നെ, അതിനകത്ത് എനിക്ക് സംശയമൊന്നുമില്ല. എന്നാൽ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരു കുറുക്കു വഴിയല്ല ഈ സുവിശേഷം. എന്തെങ്കിലും കിട്ടുമെന്നോർത്ത് അനുഗമിക്കുന്ന ഒരു പരിപാടി അല്ലിത്.
സ്തോത്രം, ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ അന്തസ്സത്തെ എന്തെന്നറിയാമോ? ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി തീർന്ന ആ സംഭവമാ സുവിശേഷത്തിന്റെ രത്നചുരുക്കം. കസേര ത്യജിച്ച, സിംഹാസനം ത്യജിച്ച, തുല്യത തന്നെത്താൻ താഴ്ത്തി മനുഷ്യന്റെ പരിമിതിക്കുള്ളിലേക്ക് ഒതുക്കിയതാ സുവിശേഷം. ഇത് ഫിലിപ്പിയർ 2-ാം അധ്യായമാണ്. ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് അറിയുമോ? എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുക. കൊറോണയുടെ ഒരു താഴ്വര നമ്മെ വിട്ട് പോവുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പോയതുപോലെ അല്ല ഇനിയുള്ള കാലത്ത്. ഇനി എനിക്കും കർത്താവിന് വേണ്ടി ചിലതൊക്കെ ചെയ്യണം. ഇച്ചിരിയും കൂടെ ഈ സുവിശേഷത്തിന് വേണ്ടി എനിക്കൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പ്രയോജനമുണ്ടാകണം. എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അല്ല, ഞാൻ മാത്രമല്ലോ, എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും എൻ്റെ വീടിന് വേണ്ടിയും എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ല, പിന്നെ ആരാ പ്രാർത്ഥിക്കുന്നത്? എന്നാൽ അത് മാത്രമല്ല സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ഇന്ത്യയിൽ വലിയൊരു ഉണർവുണ്ടാകാൻ വേണ്ടിയും സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയും സഭകളൊക്കെ ഉണർത്തപ്പെടാനും മടങ്ങി വരാനും വേണ്ടിയൊക്കെ കർത്താവിന് വേണ്ടിയും കൂടെ പ്രയോജനപ്പെടുന്ന ദൈവരാജ്യത്തിൻ്റെ വിശാലമായ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് വരണം കേട്ടോ. ഹല്ലേലൂയ. ഒരുക്കിയ സുഗന്ധവർഗമായി അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയിലേക്ക് ഓടി. ശ്രദ്ധിക്കണേ, നമുക്ക് ഈ സ്ത്രീകളോടൊന്ന് ഓടിയാലോ? കാരണം അവർ പറയുന്നത് ഈ കല്ലറയിലേക്ക് പോകുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഒരു ആൻസൈറ്റി, ഒരു പ്രശ്നം എന്നാണെന്നറിയാമോ? അത് ഈ സുവിശേഷത്തിലില്ല. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിലും മറ്റു സുവിശേഷത്തിൽ കൊണ്ട് ഈ കല്ലാര് നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? ഉരുട്ടി മാറ്റും. ഈ നമ്മുടെ സെമിട്രിയിലെ ഈ സ്ലാബൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരരുത്. ഒരു വലിയ ഗുഹ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അതിന് മുമ്പിൽ വിശാലമായ ഒരു കവാടം, അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ഒരു ചാനൽ അവർ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഏകദേശം 200-250 കിലോ ഭാരമുള്ള വലിയൊരു കല്ല്, അതിൻ്റെ ആ ട്രാക്കിനകത്ത് അത് മേലിൽ വെച്ചിട്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന സംഭവം മാറ്റിയിട്ട് അത് റോൾ ചെയ്ത് ആ ചാനലിനകത്ത് വെക്കാം. എന്നിട്ട് തിരിച്ചുരുട്ടി കയറ്റണമെങ്കിൽ അതിന് സ്ത്രീകളെ കൊണ്ട് പറ്റത്തില്ല. അതിന് ശക്തരായ പുരുഷന്മാരുടെ ആവശ്യമുണ്ട്. അതാണ് അവർ പോകുന്ന വഴിക്ക് പറഞ്ഞു, കല്ലാര് നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? ഉറ്റിമാറ്റം. ഇവർ ഓടിപ്പോകുമ്പോൾ ഇതാണ് ഇവരുടെ പ്രശ്നം. കയ്യിൽ യേശുവിൻ്റെ ശരീരത്തിൽ പൂശാൻ വേണ്ടിയുള്ള സുഗന്ധവർഗവുമായിട്ടാണ് ഓടുന്നത്. എന്നാൽ ലൂക്കോസ് 24-ന്റെ 2, 3, 4 വാക്യങ്ങൾ നോക്കി പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ഇവർ കല്ലറയിലേക്ക് ഓടി ചെല്ലുമ്പോൾ കല്ല് അവിടെ ഇല്ല. ഉരുട്ടി വെച്ച കല്ല് കണ്ടിട്ടാണ് വീട്ടിലേക്ക് പോയത്. എന്നാൽ ഈ പ്രഭാതത്തിൽ ഇരുട്ടുള്ളപ്പോൾ ചെന്നപ്പോൾ കല്ലറയുടെ വാതിക്കൽ കല്ലില്ല. അത് ഓൾറെഡി ഉരുണ്ട് മാറി, അത് ഓൾറെഡി അവിടെ നീക്കം ചെയ്യപ്പെട്ടു. അത് മാത്രമല്ല പ്രശ്നം, ഇവരകത്തു കടന്നാറെ നോക്കി, അകത്തു കടന്നാറെ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. അപ്പൊ കല്ല് മാറിപ്പോയി, ശരീരവും കണ്ടില്ല. നോക്കി അവിടെ ഇങ്ങനെ ലൂക്കോസ് എഴുതിക്കുന്നത്, ഇതെന്താന്നോർത്ത് അവർ ചഞ്ചലിച്ച് നിൽക്കുമ്പോൾ, അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ. ശ്രദ്ധിക്കണേ, ഇതൊരു ഒരു പ്രത്യേക സ്റ്റോറിയായി ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു സംഭവം മനുഷ്യന്റെ ചരിത്രത്തിൽ മുമ്പ് ഉണ്ടായിട്ടില്ല. എങ്ങനത്തെ സംഭവം? ബോഡി മിസ്സിംഗ് അല്ല, ഉയർത്തെഴുന്നേറ്റ സംഭവം. അതുകൊണ്ട് ചരിത്രത്തിന്റെ റെഫറൻസ് ഒന്നും ഇവരുടെ കയ്യിലില്ല. എന്താന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുമ്പോൾ നോക്കി അവിടെ ആ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? അതിന്റെ 3-4 വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാമോ? 24-ലെ 3-4. മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ. വായിച്ചാട്ടെ. നിങ്ങൾ ജീവനുള്ളവനെ എന്ത് ചെയ്യുന്നു? മരിച്ചവരുടെ അന്വേഷിക്കുന്നത്. നോക്കി, അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ എങ്ങനത്തെ വസ്ത്രം ധരിച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്? മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ. ആ ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് സുവിശേഷങ്ങളിൽ കേട്ടോ. ഇവിടുത്തെ വാൻ ഹുസൈനോ പീറ്റർ ഇംഗ്ലണ്ടോ ഒന്നും അല്ല. ഇത് സ്വർഗീയമായ ഡ്രസ് കോഡാ. ഞാൻ വിശദീകരിക്കാം. ഇതിന് കുറച്ച് ചാപ്റ്റേഴ്സ് മുമ്പിൽ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ മരൂപമലയുടെ മുകളിലേക്ക് 3 ശിഷ്യന്മാരുമായി യേശു കടന്നു പോകുമ്പോൾ
യോഹന്നാനും പത്രോസും യാക്കോവുമായിട്ട് കടന്നു പോകുമ്പോൾ ആ മറുരൂപമലയുടെ മുകളിൽ ചെന്നപ്പോൾ ദൈവത്തിന്റെ തേജസ്സിന്റെ മേഘങ്ങൾ ആ മലയുടെ മുകളിലേക്ക് ഇറങ്ങി വന്നു. ഭൂമിയും സ്വർഗവും അവിടെ ഒരുമിച്ചു. ദൈവത്തിന്റെ ശബ്ദം ആ മലയുടെ മുകളിൽ, ഏകദേശം ഒരു സീനായി മലയുടെ പ്രതീതി അവിടെയുണ്ട്. അവിടെ മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ടു. ഓക്കേ, എത്ര മനോഹരമായ സന്ദർഭമാണ്. അവിടെ എഴുതിയിരിക്കുന്നത് അറിയുമോ? കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ മുഖത്തിന്റെ ഭാവം മാറി. അവന്റെ വസ്ത്രം ഒരലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാതെ വണ്ണം മിന്നുന്ന തേജസ്സുള്ള വസ്ത്രമായി മാറി. ശ്രദ്ധിച്ചേ, ഇതൊരു ഹെവൻലി ഡ്രസ് കോഡാ. ഹെവൻലി ഡ്രസ് കോഡാ. സ്വർഗവും ഭൂമിയും തമ്മിൽ അവിടെ ബന്ധിക്കുകയാണ്. ഇവിടെ നോക്കി, ഈ 24-ാമത്തെ ചാപ്റ്ററിൽ യേശുവിന്റെ ശരീരം വെച്ച കല്ലറയ്ക്കകത്ത് 2 ദൂതന്മാർ. അവിടെ ദൂതന്മാർ നല്ല എഴുതിയിരിക്കുന്നത്, രണ്ട് മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ. എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക. യെശയ്യാ 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാ: സറാഫുകൾ ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്നു. 6 ചിറകുണ്ട്. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്ന്, 2 കൊണ്ട് പാദം മൂടി. ഒരു കമന്ററിക്കകത്ത് ഞാൻ വായിച്ച നല്ലൊരു എക്സ്പ്ലനേഷൻ, ഈ സിംഹാസനത്തിൽ നിന്നും വരുന്ന തേജസ്സിന്റെ ഭാരം നിമിത്തം അത് വഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ശക്തരായ സറാഫുകൾ പോലും ദൈവസന്നിധിയിൽ 2 കൊണ്ട് മുഖം മൂടിയാ നിൽക്കുന്നത്. ഏതാജ്ഞ അനുസരിപ്പാനും റെഡിയായി 2 കൊണ്ട് പറന്നാ നിൽക്കുന്നത്. ദൈവസന്നിധി വരുമ്പോൾ ഏറ്റവും ബഹുമാനത്തോടെ, ആദരവോടെ, ഉച്ചത്തിൽ ആർക്കുമ്പോഴും അകത്ത് ബഹുമാനത്തോടെ, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പീൻ, വിറയലോടെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ തേജസ്സിന്റെ സിംഹാസനം തമ്മിൽ പാദങ്ങൾ മൂടിക്കൊണ്ട് ബഹുമാന പാസ്റ്ററെ. അപ്പം സാറാഫുകൾക്ക് ചിറകുണ്ട്. എന്നാൽ ഞാൻ വിചാരിക്കും, എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ മനസ്സിലാക്കുന്ന, എൻ്റെ വായനയിൽ ഞാൻ മനസ്സിലാക്കിയത് എല്ലാ ദൂതന്മാർക്കും ചിറകില്ലെന്ന്. ഇവിടെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ എഴുതുമായിരുന്നു. ചിറകിനെ കുറിച്ച് അവിടെ പരാമർശമില്ല. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നു ചിറകില്ലാത്ത എല്ലാ ദൂതന്മാർ, ദൈവത്തിന് എത്ര ദൂതന്മാരുണ്ട് എന്ത് ചോദ്യമായി കുന്നംകുളത്ത് വന്ന് ഞങ്ങളോട് ചോദിക്കുന്നു അല്ലേ? വെളിപ്പാട് പുസ്തകം 4-ാം 5-ാം അധ്യായത്തിൽ കാണുന്നത് 10,000 ദൂതന്മാർ ആ സിംഹാസനത്തിന് ചുറ്റും നിന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും മഹത്വം കൊടുക്കുന്ന കാഴ്ച നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ ഹോളും അടച്ചിട്ടാലും ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തിന് ആരാധനയ്ക്ക് ഒരു കുറവും വരത്തില്ല കേട്ടോ. നമ്മൾ ആരാധനയുടെ ദൈവത്തിന്റെ കുറവ് തീർക്കാൻ വേണ്ടിയല്ല സ്തോത്രം പറയുന്നത്, അതിനാൽ വേണ്ടി അല്ല, മറിച്ച് ദൈവം ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട്, ദൈവം മാത്രം ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് സഭാഹോളിൽ മാത്രമല്ല, ആടുന്ന എൻ്റെ കൊച്ചു കട്ടിലിന്റെ അരികിൽ ഞാൻ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചാലും ദൈവം മാത്രം യോഗ്യനായതുകൊണ്ട് അകത്ത് ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ക്രൂശിനെ ധ്യാനിച്ച് ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുമ്പോൾ 10,000 ദൂതന്മാർ സ്വർഗത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇത് കാര്യസാധ്യത്തിനുള്ള ഉപാധിയല്ല, ഇത് ദൈവത്തോടുള്ള ഞങ്ങളുടെ സ്നേഹ സമർപ്പണമാ. ഞങ്ങൾ ഒരുക്കിയ സുഗന്ധമായത്. എത്ര പേർ ഇന്ന് രാത്രി എന്നോട് ചേർന്ന് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കും. This is our privilege. ഇത് ഞങ്ങളുടെ പ്രിവിലേജാ. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്ന ഞങ്ങളെ, ക്ലാസ്സിലിരുന്ന് ബെഞ്ചിലിരുന്ന് പഠിച്ച ആളുകളൊക്കെ ഇന്നും അന്ധന്മാരായി ഇതിന് പുറത്ത് നിൽക്കുമ്പോൾ ഹൃദയത്തിനുള്ളിൽ കൃപയുടെ പേസ്റ്റ് തേച്ചിട്ട് നിത്യതയുടെ ലിസ്റ്റിൽ പേരെഴുതി ചേർത്ത് നിന്നെയും കുടുംബത്തെയും അകത്ത് കൊണ്ടുവന്ന ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്താൽ എങ്ങനെ ദൈവത്തിന് സ്തോത്രം പറയാതിരിക്കും? സ്തോത്രം, 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 സ്തോത്രം. ഇതിൽ കുറഞ്ഞൊരു ആവേശത്തോടെ ഞാൻ എങ്ങനെയാ ഇത് പ്രസംഗിക്കുക? സ്തോത്രം. നോക്കിയേ, 10,000 എന്ന് വെളിപ്പാട് പുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒറ്റ മീനിങ് നമ്പർലെസ്, അല്ലാതെ ഒരു 10,000 എന്നുള്ള മീനിങ് അല്ല. ഇറ്റ്സ് എ ലാംഗ്വേജ്. അപ്പോകാലിപ്റ്റിക് റൈറ്റിംഗ് എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രത്യേക റൈറ്റിംഗാണ്. സാധാരണ നമ്പേഴ്സിനൊന്നും എങ്ങും മീനിങ് ഇല്ല. 5 ദാവീദ് 5 കല്ലെടുത്ത് 5 കല്ലെന്നുള്ളൂ. 5 അപ്പവും 2 മീനും കൊണ്ട് 6 അപ്പായാലും 10 അപ്പായാലും മീനിങ് മാറത്തില്ല. ഇവിടെയൊന്നും മീനിങ് നമ്പേഴ്സ് ഇല്ല. അല്ലെങ്കിൽ വളരെ ചാപ്റ്റേഴ്സിൽ
ഉൽപ്പത്തി പുസ്തകം ഇങ്ങോട്ട് ആവർത്തിച്ച് വരുന്ന ചില നമ്പേഴ്സിന് മീനിങ് ഉണ്ടെങ്കിലായി. എന്നാൽ വെളിപ്പാട് ദിവസം അങ്ങനെയല്ല, നമ്പേഴ്സിനൊക്കെ മീനിങ്ങാ. 10,000 7 എന്ന് പറയുന്ന പെർഫെക്ഷനാ. കുഞ്ഞാടിന് 7 കൊമ്പുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അധികാരത്തിൽ പെർഫെക്റ്റായ അധികാരത്തിൽ രാജാതിരാജനായ കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥമാണ്. ഓക്കെ, 10,000 ദൂതന്മാരാ. ഇവർക്കെല്ലാം പേരുണ്ടോ ഇല്ലയോ? എല്ലാ ദൂതന്മാർക്കും പേരുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുന്നംകുളത്തുകാരെങ്ങനെ വിശ്വസിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ന് ഞാൻ വിശ്വസിക്കില്ല. ഇതിനകത്ത് 2 പേരുടെ പേരെ നമുക്കറിയാവുള്ളൂ, മീഖായേലും ഗബ്രിയേലും. എന്നാൽ ദൈവത്തിന് ഇവയെല്ലാം നക്ഷത്രങ്ങളെപ്പോലും പേർ ചൊല്ലി വിളിക്കുന്ന ദൈവത്തിന് ദൂതന്മാരുടെ പേരറിയുന്നില്ലേ? നോക്കിയേ, ഈ 2 ദൂതന്മാർ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ ഈ കല്ലറയ്ക്കുള്ളിൽ ഈ സ്ത്രീകളോട് പ്രസംഗിക്കുക. നമ്മൾ സാധാരണ പെന്തക്കോസ്തുകാർ പറയുന്നുണ്ട്, ദൂതർക്കും കൂടെ അവകാശം, ലഭ്യമാവാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. കാരണം ദൂതന്മാർക്ക് സുവിശേഷം അറിയിക്കാൻ അനുവാദം കൊടുത്തിട്ട് ഞാനിങ്ങനെ പാസ്റ്റേഴ്സ് പ്രസംഗിച്ചിട്ടുണ്ട്, അവരെ സ്വർഗം പെട്ടെന്ന് കാലിയാക്കുന്നതാണ് ഇത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ലൂക്കോസ് 24 ഒരു പ്രത്യേകത എന്നറിയാമോ? ഇവിടെ പ്രസംഗിക്കുന്നത് പാസ്റ്റർമാരല്ല, സെമിനാരി ടീച്ചേഴ്സ് അല്ല, ഇവിടെ പ്രസംഗിക്കുന്ന ദൂതന്മാരാ. നോക്കി, അവിടെ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ ആ ബോഡി വെച്ചതിന്റെ അരികിൽ, അന്ന് നോക്കണം, അതിപരിശുദ്ധ സ്ഥലത്ത് 2 സൈഡിലും സറാഫുകൾ ചിറക് വിരിച്ചു നിൽക്കുന്നത് പോലെ യേശുവിന്റെ ശരീരം വെച്ച ആ കല്ലറയെ ഒരാലയമാക്കി മാറ്റിക്കൊണ്ട് അതിന്റെ നടുവിലേക്ക് മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ ഇറങ്ങി വരിക. ഇരുട്ട് വീണ കല്ലറയല്ലിത്, അടഞ്ഞ കല്ലറയല്ല. അങ്ങനെ ഒരു കല്ലറ അടഞ്ഞിരുന്നെങ്കിൽ ഇന്ന് രാത്രി പ്രസംഗിക്കാൻ ഞങ്ങളിവിടെ കാണത്തില്ലായിരുന്നു. 2000 വർഷങ്ങളായിട്ട് ദൈവസഭ ഇവിടെ കാണത്തില്ലായിരുന്നു. ഇന്ന് രാത്രിയിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ കാര്യം എന്തെന്നറിയാമോ? ആ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരുന്ന കല്ലറയാക്കി മാറ്റി. നമുക്ക് അവരുടെ പ്രസംഗം ഒന്ന് ശ്രദ്ധിക്കാം. അവരെന്താ ഒന്ന് പറഞ്ഞ ആ വാക്യം ഒന്നിട്ടൊന്ന് വായിച്ചേ. സ്തോത്രം. നോക്കിയേ, ആ വാക്യം ശ്രദ്ധിച്ച, ജീവനുള്ളവനെ എന്ത് ചെയ്യണ്ട? മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു സ്റ്റോറി. ഏത് സ്റ്റോറി? പുനരുദ്ധാനത്തിന്റെ ഒരു സ്റ്റോറി ഈ പുതിയ നിയമത്തിന്റെ പേജുകളിൽ മാത്രമേ ഉള്ളൂ. യുണീക്കായ സ്റ്റോറിയാ. വേറെ ഏത് ഫിലോസഫിയുടെ ബുക്കോ വേറെ ഏത് റിലീജിയസ് ബുക്കോ ഒക്കെ നോക്കിയോ, എങ്ങും മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ഒരു സ്റ്റോറി ഇല്ല, അങ്ങനെ ഒരു ചരിത്രമില്ല. എന്നാൽ അത് ഒറ്റയാളുടെ ചരിത്രത്തിലേ ഉള്ളൂ. അത് നസ്രേനായ യേശുവിന്റെ സ്റ്റോറിയാ. യേശു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. നോക്കിയേ, ജീവനുള്ളവനെ എന്ത് ചെയ്യണ്ട? ശ്രദ്ധിച്ചേ, 2 കാറ്റഗറിയാ, ജീവനുള്ളവരും മരിച്ചവരും. നമ്മൾ സാധാരണ പാടുന്ന പാട്ടൊക്കെ മരണം വീട്ടി കണ്ടു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ, അല്ലേ? ഫിലോസഫറോ പ്രോഫറ്റോ അല്ലെങ്കിൽ പോയറ്റോ കവിയോ പണ്ഡിതനോ സാധാരണക്കാരനോ ദരിദ്രനോ രാജാവോ രാജ്ഞിയോ ഒരു വ്യത്യാസമില്ല. കൊട്ടാരത്തിലും ആയാലും കുടിലായാലും മരണം വരും. മരണം എല്ലാവരിലും വാണിരിക്കുന്നു. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ കൊള്ളരുതാത്തവരായി എല്ലാവരും മരണം വാണിരിക്കും. സകല മനുഷ്യരും മരണം കൊണ്ട് മാറിപ്പോവുക. എന്റെ മനസ്സിലേക്ക് ഓടുന്നൊരു കവിതാ ശകലമുണ്ട്. പ്രസിദ്ധനായ സീസറും സമർത്ഥനായ ഹോമറും, സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും, ഹോമറും സീസറും സോളമനെ പോലുള്ള വലിയ ജ്ഞാനികളൊക്കെ അവരൊക്കെ ഈ ലോകത്തിൽ കാലചക്ര വിഭ്രമത്തിൽ അമർന്നുപോയി. അവരാരും മരണം കൂടാതെ പോയില്ല. അവരെല്ലാം മരിച്ച് മാറ്റപ്പെട്ടു ഇവിടെ നിന്നും. കാലചക്ര വിഭ്രമത്തിലെങ്കിലി നമുക്ക് പിന്നെ എന്ത് ശങ്ക? മാറ്റമൊന്നുമില്ലതിൽ. നമുക്ക് മാറ്റമൊന്നുമില്ല. സോളമനും സീസറും അഗസ്റ്റസും അലക്സാണ്ടറും ഒക്കെ മരണം വഴി മാറ്റപ്പെട്ടെങ്കിൽ, പ്രവാചകന്മാർ മരണം വഴി മാറ്റപ്പെട്ടെങ്കിൽ, പുരോഹിതന്മാർ മരണം വഴി മാറ്റപ്പെട്ടെങ്കിൽ, കവികൾ മരണം വഴി മാറ്റപ്പെട്ടെങ്കിൽ, നമുക്ക് പിന്നൊന്നും ശങ്ക. കരത്തിലുള്ളതൊക്കെ
കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. അവര് പോയ പോലെ തന്നെ നാം ഇവിടുന്ന് പോകും. കരത്തിലുള്ളതൊക്കെ അതിർത്തിയിൽ ത്യജിക്കണം. തിരിച്ചു പിന്നീട് വന്നിടാത്ത യാത്രയാണ്, തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെയും അതിർത്തിയിൽ. എല്ലാവരും മരിക്കുന്നു. ദൂതന്മാർ പറയാ, നിങ്ങൾ ജീവനുള്ളവരെ എന്ത് ചെയ്യണ്ട, മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? നോക്കി, ഒറ്റ സ്റ്റോറി ഇതിനകത്ത് വ്യത്യാസമുള്ളൂ. ഒറ്റ സ്റ്റോറിയെ ഈ പറഞ്ഞ ഈ പ്രോഫറ്റിന്റെയും പോയറ്റിന്റെയും ഫിലോസഫേഴ്സിന്റെ ഒക്കെ സ്റ്റോറിയിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്ന ഇതുവരെയുള്ള മനുഷ്യന്റെ ചരിത്രത്തിൽ ഒറ്റ സ്റ്റോറിയേ ഉള്ളൂ. അത് നസ്രയനായ യേശുവിന്റെ സ്റ്റോറി മാത്രമാണ്. രാത്രി ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന ഞങ്ങളുടെ കർത്താവ് മറ്റുള്ളവരെ പോലെ അല്ല, അവൻ വ്യത്യസ്തനാണ്. ഞങ്ങളുടെ കർത്താവ് അവൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ്. നിസ്തുല്യമായ സ്റ്റോറിയാ. ഈ ഒരുക്കിയ സുഗന്ധവർഗവുമായിട്ടാണ് ഈ സ്ത്രീകൾ കല്ലറിലേക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അവരുടെ കോസ്റ്റ്ലി ആയ ഒരു ഡിവോഷൻ യേശുവിന്റെ ശരീരത്തിൽ പൂശാൻ. ഞാൻ ചോദിക്കട്ടെ, അവർ കൊണ്ടുപോയ സുഗന്ധവർഗം യേശുവിന്റെ ശരീരത്തിൽ അവർക്ക് പൂശേണ്ടി വന്നില്ല. എന്നാൽ എനിക്കറിയത്തില്ല, ഈ ദൂതന്മാരെ കണ്ട് ഭ്രമിച്ച്, മിന്നുന്ന വസ്ത്രം ധരിച്ച ദൂതന്മാരെ കണ്ട് ഭ്രമിച്ച് ആ ഫ്ലാസ്ക് അവരെങ്ങോട്ട് എറിഞ്ഞു കളഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒന്നെനിക്കറിയാം, അവരങ്ങോട്ട് ഉണ്ടാക്കി കൊണ്ടുപോയ സുഗന്ധത്തെക്കാൾ, അതിനേക്കാൾ ഒക്കെ സുഗന്ധമുള്ള ഒരു മെസ്സേജ് കർത്താവ് അവരുടെ കയ്യിൽ ഇങ്ങോട്ട് കൊടുത്തു വിട്ടു. അത് അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ തന്നെ അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രി ഈ ഹോളിനകത്ത് ഞാൻ പ്രസംഗിക്കുന്ന ഞാൻ ബലഹീനനാണെങ്കിലും വിഭജിക്കപ്പെടുന്ന വചനത്തോടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ. ഹല്ലേലൂയ! അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. അവനെ മരിച്ചവരുടെ ഉയർപ്പിച്ച് സകല നാമത്തിനും മേലായ നാമം, സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മേലാക്കി സ്വർഗത്തിലും ഭൂമിയിലും അധോലോകത്തിലും സകല മുഴങ്കാലും മടങ്ങുന്ന നാമമായി ആ നാമത്തെ മാറ്റുവാനിടയായത്. വൺ സിംഗിൾ സ്റ്റോറി. ശ്രദ്ധിച്ചേ, ഈ ഭാഗം പരിശോധിക്കുമ്പോൾ ഈ 2000 വർഷങ്ങളായിട്ട് ഇത് പ്രസംഗിക്കുക ലോകത്തിൽ. ഈ ആളുകൾ ഞങ്ങൾ സുവിശേഷം അറിയിക്കുന്നത് പരബഹുമാനത്തോടു കൂടിയാണ്. നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ സുവിശേഷമായി വരുന്നുണ്ടെങ്കിൽ സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. ഹല്ലേലൂയ! ഈ രാജ്യത്തെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന, ഈ രാജ്യം അഭിവൃദ്ധിപ്പെടണമെന്നും ഈ രാജ്യം സുസ്ഥിരമാകണമെന്നും ഇന്ത്യ വലിയൊരു രാജ്യമായി ഇതിനേക്കാൾ വലിയ ഗ്ലോറിയസ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന അവിടുത്തെ ക്രിസ്ത്യാനികൾ, ഹല്ലേലൂയ, ഞങ്ങൾ ഈ രാഷ്ട്രത്തിന് വേണ്ടിയുള്ളവരാ. രാജ്യത്തിന് എഡ്യൂക്കേഷൻ കൊടുക്കാൻ, തകർന്ന കുടുംബങ്ങളെ വിളക്കി ചേർക്കാൻ, അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചത്തിന്റെ കൈത്തിരി പാർന്നു കൊടുക്കുവാനൊക്കെയാണ് സഭ ഇവിടെ ശ്രമിച്ചിരിക്കുന്നത്. നോക്കണമേ, എന്നാൽ ഇത് അറിയിക്കാതിരിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. കാരണം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് ഈ സുവിശേഷം അറിയിക്കണം. ആഫ്രിക്കക്കാരനും ചൈനക്കാരനും ഇന്ത്യക്കാരനും ഗുജറാത്തിക്കും മലയാളിക്കും കർണാടകക്കാരനും എല്ലാം വേണ്ടി സർവ്വത്തെ സൃഷ്ടിച്ച സകല പ്രപഞ്ചത്തെയും വിരിച്ച നക്ഷത്രങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്ന സർവശക്തനായ ദൈവം ഒരുക്കിയ രക്ഷാമാർഗമാണ് ഈ സുവിശേഷം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ബഹുമാനത്തോടുകൂടി അത് അറിയിക്കുന്നത്. ഞങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തിരസ്കരിക്കാനോ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ബഹുമാനിച്ചുകൊണ്ടാണ്. നിർബന്ധത്താലല്ല, പ്രലോഭനത്താലല്ല, സ്നേഹത്താലാണ് ഞങ്ങളിത് പ്രസംഗിക്കുന്നത്. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സുവിശേഷം അറിയിക്കാൻ പോയാൽ അവര് സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളഞ്ഞേക്കാനാണ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞ, എൻ്റെ രാജ്യം ഐഹികമല്ല, ഇത് ആത്മീയമാണ്, ഇത് സ്പിരിച്വലാ. ഇനി ആരെങ്കിലും തിരസ്കരിച്ചാൽ ഞങ്ങളുടെ കാലിലെ പൊടി തട്ടി ഞങ്ങൾ തിരിച്ചു പോരും, നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. എന്നാൽ ഞങ്ങൾ സ്നേഹത്തോടെ അറിയിക്കുന്നത് എന്തിനാണെന്നറിയാമോ?
ഒന്ന് തൊട്ടാൽ, ഒന്ന് വിശ്വസിച്ചാൽ, ഹൃദയത്തിനകത്തെ ഇരുട്ട് മാറ്റി, തകർച്ച മാറ്റി, പ്രത്യാശ തരാൻ കഴിവുള്ള, പുതിയ മനുഷ്യനാക്കാൻ കഴിവുള്ള, ഒന്ന് സ്പർശിച്ചാൽ, വിശ്വാസത്തെ നോക്കിയാൽ അകത്ത് സൗഖ്യം തരുന്ന, ഓ ഹല്ലേലൂയ, നിസ്തുല്യമായ ഒരു സുവിശേഷമാ. ഞാൻ പറഞ്ഞല്ലോ, ജീവൻ വ്യാപരിക്കുന്ന സുവിശേഷമാ, തേജസ്സിന്റെ സുവിശേഷമാ ഞങ്ങൾ ഈ രാഷ്ട്രത്തിൽ മാത്രമല്ല എല്ലാ കോണുകളിലും വിളിച്ചു പറയുന്നത്. സ്തോത്രം, 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 സ്തോത്രം. ഒറ്റ സ്റ്റോറി, only one single story. ഞാൻ ചോദിക്കട്ടെ, ഈ കല്ലറ തുറന്നു കിടക്കുകയാണ്. അത് തന്നെയല്ലേ പുനരുദ്ധാനത്തിന് ഏറ്റവും വലിയ തെളിവ്? സ്ത്രീകൾ ഇരുട്ടുള്ളപ്പോൾ കല്ലറയിലേക്ക് പോയി. സ്ത്രീകൾ മാത്രമല്ല പോയത്, അതിനുശേഷം പത്രോസ് യോഹന്നാനും ആ കല്ലറയിലേക്ക് ചെന്നു. ദൂതന്മാർ ആ കല്ലറയിലാണ് വന്നത്. അതുകൊണ്ട് കല്ലറ മാറിപ്പോയതൊന്നുമല്ല. അങ്ങനെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. കല്ലറ മാറിയതൊന്നുമല്ല, വെച്ച കല്ലറ കണ്ടവരാ. അത് മാത്രമല്ല, ഈ സ്ത്രീകൾ മാത്രമല്ല പോയത്, പത്രോസിന് യോഹന്നാൻ അവിടേക്ക് പോയതാ. അത് മാത്രമല്ലോ, ദൂതന്മാർക്ക് തെറ്റുപറ്റുമോ? ദൂതന്മാർ ഇറങ്ങി വന്നത് യേശുവിന്റെ കല്ലറയിലേക്കല്ലേ? നോക്കണേ, ചരിത്രത്തിൽ ഇത് ടെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. തുറന്ന കല്ലറ. വെറുതെ മാത്രമല്ല, ആ വലിയ കല്ലറയുടെ മുമ്പിൽ ഒരു വലിയ കല്ലും അതിൻ്റെ മേൽ ഒരു റിബൺ പോലെ വലിച്ചു കെട്ടി രണ്ടും അരികിലും റോമ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സമർത്ഥരായ പടയാളികൾ ആ കല്ലറയ്ക്ക് ചുറ്റും കാവലുണ്ടായിരുന്ന സുവിശേഷം പറയുക. ഇവിടുത്തെ നിയമങ്ങളെക്കാൾ കടുകട്ടിയുള്ള റോമൻ നിയമനം. ആ കല്ല് നനങ്ങിയാൽ ആ സീല് തകരും. അങ്ങനെ ആർക്കെങ്കിലും റോമൻ ഗവൺമെന്റ് സീലെ തൊടാൻ ധൈര്യമുണ്ട്? ഒരു മനുഷ്യൻ അങ്ങോട്ട് നോക്കത്തില്ല. കല്ല് മാറ്റാൻ ആർക്കും ധൈര്യം വരത്തില്ല. അത്രയ്ക്ക് ഭദ്രമായി അടക്കം ചെയ്ത ശരീരം എങ്ങനെയാ കല്ലറയ്ക്ക് വെളിയിൽ വന്നറിയാമോ? റോമൻ ഗവൺമെന്റിനേക്കാൾ അധികാരമുള്ള സ്വർഗീയ ഗവൺമെന്റ് ആ കല്ലുരുട്ടി മാറ്റാൻ തീരുമാനിച്ചിട്ട് യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതാണ് ഈ ചരിത്ര സംഭവത്തിന്റെ സത്യം. അത് മാത്രമല്ല, യെരുശലേമിൽ ഇത് സംഭവിച്ചതിന് ശേഷം ദിവസങ്ങൾക്കകത്ത് പരസ്യമായി നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം ഉയർപ്പിച്ചുവെന്ന് പത്രോസ് വിളിച്ചു പറയണമെങ്കിൽ, കല്ലറയ്ക്കകത്ത് ശരീരമുണ്ടെങ്കിൽ പത്രോസിനെ അറസ്റ്റ് ചെയ്തേനെ. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തതെന്നറിയാമോ? കല്ലറയ്ക്കകത്തൊന്നും ശരീരം അപ്രത്യക്ഷമായി ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് അവർക്ക് നിഷേധിക്കാനാവാത്ത തെളിവായിരുന്നു. അതും തീർന്നില്ല. രാത്രി നമ്മുടെ ഒരു ക്ലാസ് അല്ല, അതുകൊണ്ട് ഞാൻ ഓടിച്ചു പറയുക, പോയിന്റ്സ് മാത്രം, ബുള്ളറ്റ്സ് ആയിട്ട് പറയുക. അത് മാത്രമല്ല, കർത്താവ് പുനരുദ്ധാന ശേഷം പ്രത്യക്ഷപ്പെട്ടു. ശരീരത്തോടുകൂടിയാ ഉയർത്തെഴുന്നേറ്റത്, ആത്മാവിലല്ല, ശരീരത്തോടുകൂടിയാ ഉയർത്തെഴുന്നേറ്റത്. തൊട്ടു നോക്കാൻ പറഞ്ഞു. അവരോട് യാത്ര ചെയ്തു എമോസിലേക്ക്. അകത്ത് വെച്ചും പുറത്തു വെച്ചും പ്രത്യക്ഷപ്പെട്ടു. കടൽക്കരയിൽ അവർക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചു. യോഹന്നാൻ 21 കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരു ദിവസമല്ല, 40 ദിവസത്തോളം. ശ്രദ്ധിച്ചേ, ഒരാൾക്കല്ല, ഒരു കൂട്ടം ആളുകൾക്ക്, പലപ്പോഴായിട്ട്. സ്ത്രീകൾക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. പൗലോസിന്റെ ലിസ്റ്റിൽ 500-ലധികം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടതാണ്. ഒരു തോന്നലുണ്ടായതാണല്ലോ, ഒരാൾക്കല്ലേ ഉണ്ടാകത്തുള്ളൂ. ഹാലൂസിനേഷൻ എന്നാണ് വിളിക്കുന്നത്. ഒരാൾക്കേ വരത്തുള്ളൂ. 500 പേർക്ക് ഒരുപോലെ തോന്നലുണ്ടാകുമോ? 40 ദിവസം അടുപ്പിച്ചുണ്ടാകുക. മാത്രമല്ല, ഇവരാരും പുനരുദ്ധാനം പ്രതീക്ഷിച്ചവരല്ല. യേശു ഉയർത്തെഴുന്നേൽക്കുന്നവർ വിശ്വസിച്ചോ? യേശുവിന്റെ ക്രൂശീകരണം പോലും അവർക്ക് പിടികിട്ടാത്ത സംഗതിയായിരുന്നു. അതുകൊണ്ട് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമല്ലത്, അപ്രതീക്ഷിതമായിരുന്നു അവരുടെ സന്നിധി. കാരണം ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു തെളിവില്ല. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, ലാസറിനെ ഉയർപ്പിച്ചില്ലേ? ഏലിയാവും എലീശയും ഉയർപ്പിച്ചില്ലേ? എന്നാൽ യേശുവിന്റെ പുനരുദ്ധാനവും അവരുടെ പുനരുദ്ധാനവും കാറ്റഗോറിക്കലായിട്ട് എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് വ്യത്യസ്തമാണ്. ലാസർ തിരിച്ചു വന്നത് ഈ ശരീരത്തിലേക്കാ. ലാസർ പിന്നെയും മരിച്ചു. നയീനിലെ വിധവയുടെ മകൻ തിരിച്ചു വന്നത് ഈ ശരീരത്തിലേക്കാ. നയീനിലെ വിധവയുടെ മകൻ പിന്നെയും മരിച്ചു. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റത് തൻ്റെ ആ പഴയ ശരീരത്തിലേക്കല്ല, ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റത്. എന്നാൽ തേജസ്സിലാ കർത്താവ് ഉയർത്തത്. കല്ലറയെ ജയിച്ച ഉയർത്തത്. മരണത്തിന് ഇനി അധികാരമില്ലാത്ത ഒരു ശരീരത്തിലാണ് ഉയർത്തെഴുന്നേറ്റത്. സാത്താനെ തോൽപ്പിച്ച ഉയർത്തെഴുന്നേറ്റത്. നോക്കിയേ, അത് വ്യത്യസ്തമാണ്. 1 കൊരിന്ത്യർ 15 പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ബലഹീനതയിൽ വിതയ്ക്കുന്നു, ശക്തിയിൽ ഉയർക്കുന്നു.
പ്രാകൃത ശരീരം വിതയ്ക്കുന്നു, ആത്മ ശരീരം ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കുന്നു, തേജസ്സിലാ ഉയർക്കുന്നത്. ഇത് വ്യത്യസ്തമായ ഉയർപ്പ്. ശ്രദ്ധിച്ചേ, ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, ഒരു ലോജിക്ക് ഞാൻ പറയാം. ഒരു ലോജിക്ക്. വേദപുസ്തകം ആരംഭിക്കുന്നത് ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ ഒരൊറ്റ വാക്യത്തിന്റെ പ്രത്യേകത എത്ര വലുതെന്നറിയാമോ? ആ ഒരു വാക്യ പുസ്തകത്തെ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യുക. ആദിയിൽ ഏലിയാവിന് കാക്കകൾ അപ്പവുമായി പോകുമ്പോൾ ഒരു ഡൗട്ടും ഇല്ല. കാരണം എന്താണെന്നറിയാമോ? കാക്കയെ സൃഷ്ടിച്ചയാള് കൽപ്പിച്ചതുകൊണ്ടാണ് കാക്ക കേട്ടത്. ചെങ്കടലിനെ വിഭജിച്ചോ? ഒരു സംശയമില്ല, വിഭജിച്ചു. കാരണം ആദിയിൽ സകലത്തെയും ഉളവാക്കിയ ദൈവത്തിന് കാറ്റിന്റെ മേലും കടലിന്റെ മേലും കാക്കയുടെ മേലും, ഓ ഹല്ലേലൂയ, എല്ലാറ്റിന്റെ മേലും അധികാരമുണ്ട്. ശ്രദ്ധിച്ചാൽ ഒറ്റ വാക്യം എക്സ്പ്ലെയിൻ ചെയ്തല്ല. അങ്ങനെയാണെങ്കിൽ ഈ സകല പ്രപഞ്ചത്തിലുള്ള സകലത്തിനും ജീവൻ കൊടുക്കാൻ കഴിഞ്ഞ ഒരു ദൈവത്തിന്, ഇവയ്ക്കൊക്കെ ജീവൻ പകരാൻ കഴിഞ്ഞ ഒരു ദൈവത്തിന് ഒരു വ്യക്തിയെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കാൻ പറ്റത്തില്ലേ? ഇത്രയും വ്യത്യസ്തമായ, ഇത്രയും കോംപ്ലക്സ് ആയ ഈ ജീവജാലങ്ങൾക്കെല്ലാം ജീവൻ കൊടുക്കാൻ കഴിഞ്ഞ ദൈവത്തിന് ഒരാളെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കാൻ കഴിയത്തില്ലേ? കഴിയും എന്ന് തന്നെയാ വാക്കിന്റെ അർത്ഥം. അങ്ങനെ തന്നെയാണ് അത് ചിന്തിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിനെ ദൈവം മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചെങ്കിൽ വേറെ എങ്ങും അങ്ങനെ ഒരു സ്റ്റോറി ഇല്ലെങ്കിൽ, ഇതിനകത്ത് ശ്രദ്ധിക്കണേ, വേറെ ഒരു ഭാഷക്കാരുടെ ഇടയിലും, വേറെ ഒരു രാഷ്ട്രത്തിലും, വേറെ ഒരു സമൂഹത്തിലും പുനരുദ്ധാനത്തിന്റെ ഒരു സ്റ്റോറി ഇല്ലെങ്കിൽ, യേശു ക്രിസ്തുവിനെ മാത്രമാണ് ദൈവം ഉയർപ്പിച്ചതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പരിശോധിക്കേണ്ട സ്റ്റോറി അല്ലേ? ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ട സ്റ്റോറി അല്ലേ? ഇതൊന്ന് അടുത്ത് വന്ന് പരിശോധിക്കേണ്ട സ്റ്റോറി അല്ലേ? ഇത് ചരിത്രത്തിൽ നടന്ന ഈ സംഭവത്തെ ഒന്ന് ശ്രദ്ധിക്കേണ്ട. കാരണം യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെയും തന്റെ ഐഡന്റിറ്റിയെയും തന്റെ പ്രസംഗത്തെയും ക്ലാസിനെയും അവകാശവാദങ്ങളെയൊക്കെ വിൻഡിക്കേറ്റ് ചെയ്യുക യേശുവിന്റെ പുനരുദ്ധാനം. റോമർ 1:4-5 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ, റോമാലേഖനം 1:4-5. റോമർ 1:4-5. 5-6. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി, ദാവീദിന്റെ ഗോത്രത്തിലാ ജഡം സംബന്ധിച്ച് വന്ന് പിറന്നത് ദാവീദിന്റെ ഗോത്രത്തിൽ. അതുകൊണ്ടാണ് ദാവീദ് പുത്രൻ എന്ന യേശുവിനെ വിളിക്കുന്നത്. ദാവീദ് പുത്രൻ, ദാവീദിന്റെ വംശാവലിയിൽ, ദാവീദിന്റെ ഗോത്രത്തിൽ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ പുത്രനും മരിച്ചിട്ടുയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ശ്രദ്ധിക്കണേ, ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിച്ചു. അപ്പൊ നോക്കണം, ഇതുവരെയുള്ള യേശുവിന്റെ അവകാശവാദങ്ങൾ എന്താ? യേശുവിന്റെ അവകാശവാദങ്ങൾ അതൊക്കെ ശക്തിയോടെ നിർണയിച്ചെന്നാ പറഞ്ഞത്. തന്റെ അവകാശവാദങ്ങളൊക്കെ സത്യമാണെന്ന് പുനരുദ്ധാനം അടിവരയിട്ടു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തത്തില്ലെന്നുള്ളത് അബ്സല്യൂട്ടായ അവകാശവാദമാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നുള്ളത് ശക്തമായ അവകാശവാദമാണ്. ഭൂമിയിൽ മനുഷ്യപുത്രന് പാപങ്ങളെ മോചിപ്പാൻ അധികാരം ഉണ്ടെന്നുള്ളത് താൻ ആരാണെന്നുള്ളതിന്റെ ശക്തമായ അവകാശവാദമാണ്. തന്റെ കഷ്ടാനുഭവങ്ങളുടെ സമയത്ത് മഹാപുരോഹിതന്റെ ചോദ്യത്തിന് മുമ്പിൽ നീ വന്യനായവന്റെ പുത്രനായ ക്രിസ്തുവാണോ എന്ന് ചോദിച്ചപ്പോൾ യെസ് എന്ന മറുപടി. അത് മാത്രമല്ല കർത്താവിന്റെ അധരങ്ങളിൽ നിന്നും താൻ തന്നെ തന്റെ ദൈവത്വത്തെ തെളിയിച്ചു പറഞ്ഞ വാക്യമത്. അത് മാത്രമല്ല, കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ ദൈവസിംഹാസനത്തിന്റെ തേജസ്സിന്റെ മഹത്വത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളോട് വരുന്നത് നിങ്ങൾ കാണും. യേശുവിന്റെ ദൈവത്വത്തെ പറ്റി യേശു പറഞ്ഞെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാർക്കോസിന്റെ 14-ാമത്തെ ചാപ്റ്ററിൽ താൻ തന്നെ വ്യക്തമായത് പറഞ്ഞിട്ടുണ്ട്.
മഹിമാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ചെറിയ കാര്യമല്ല. ദൈവവുമായിട്ട് സ്പേസ് ആൻഡ് പവർ ഷെയറിങ്. ദൈവത്തിന്റെ സിംഹാസനത്തിൽ ദൈവത്തോടുകൂടെ ഷെയർ ആൻഡ് പവർ ഷെയർ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ചെറിയ കാര്യമല്ല. മാത്രമല്ല, ആകാശമേഘങ്ങളോട് വരുന്ന ഒരു മനുഷ്യപുത്രൻ. ഇന്ന് രാത്രി ക്ലാസ് അല്ല, അത് ഒത്തിരി ദാനിയേൽ 7 പോകേണ്ടതാ. ആകാശമേഘങ്ങളോട് വരുന്ന ഒരു മനുഷ്യപുത്രനെ കുറിച്ച് ദാനിയേൽ 7:13 അപ്പൊ യേശു പറയാ, ദാനിയേൽ 7 മനുഷ്യപുത്രനാ ഞാൻ. ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ ഈ മനുഷ്യപുത്രൻ എന്ന് കേൾക്കുമ്പോൾ ആളുകൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അറിയാൻ മേലാത്രയ്ക്കും, ദൈവപുത്രനേക്കാൾ കൂടുതൽ കർത്താവ് എന്തിനാ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞത്? എന്നാൽ ആ മനുഷ്യപുത്രൻ എന്താണെന്ന് താൻ ആ മഹാപുരോഹിതന്റെ മുമ്പിൽ നിന്നപ്പം സംശയത്തിന് ഇടവില്ലാതെ വണ്ണം കർത്താവ് വ്യക്തമായി വെളിവാക്കി, ദാനിയേൽ 7 മനുഷ്യപുത്രനാ ഞാൻ. അതിനേക്കാളൊക്കെ വലിയൊരു തെളിവ് അവിടെയുണ്ട്. ആ തെളിവ് എന്നറിയാമോ? ഈ യേശുവിന്റെ അവകാശവാദം കേട്ടപ്പോൾ പഴയ നിയമം ശരിക്കറിയാവുന്ന മഹാപുരോഹിതൻ എങ്ങനെയാ പ്രതികരിച്ചെന്നറിയാമോ? വസ്ത്രം കീറി. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? നിങ്ങൾ തന്നെ ദൈവദൂഷണം കേട്ടല്ലോ എന്ന് പറഞ്ഞു. ഇനി ആരെങ്കിലും നിങ്ങളുടെ യേശു എവിടെയാ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞതെന്നൊക്കെ ചോദിച്ചാൽ വ്യക്തമായി കാണിച്ചു കൊടുക്കണം. ഈ ഭാഗം കാണിച്ചു കൊടുക്കണം. അവിടെ കർത്താവ് വ്യക്തമായി സംശയത്തിന് ഇടവില്ലാതെ വണ്ണം താൻ ആരാണെന്ന് വ്യക്തമാക്കി. കാറ്റും കോളുമുള്ള ഒരു സന്ധിയിൽ തന്റെ ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞയച്ചിട്ട് അമരത്ത് തലവെച്ചുറങ്ങുകയാണ്. 120 സംഘത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങിയില്ല. എന്നാൽ മനുഷ്യത്വം ഉടുത്തു വന്നപ്പോൾ പടകിൽ ശുശ്രൂഷയുടെ ക്ഷീണം കൊണ്ട് അമരത്ത് തലവെച്ചുറങ്ങി. കാറ്റും കോളും ഒക്കെ ഉണ്ടായി. അവർ വളരെ ഭയപ്പെട്ടു. ഞങ്ങൾ നശിച്ചു പോകുന്നു, വിചാരമില്ലയോ എന്ന് ചോദിച്ച് യേശുവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. അവിടെ ആടി ഉലയുന്ന സന്ധ്യയിൽ കാർമേഘം കൊണ്ട് ചന്ദ്രനെ പോലും മറച്ച ഇരുട്ട് നിറഞ്ഞ സന്ധ്യയിൽ ആ ആടുന്ന പടകിന്റെ അമരത്തെഴുന്നേറ്റ് നിന്നിട്ട്, ചാഞ്ചാടുന്ന പടകിന്റെ അമരത്തെഴുന്നേറ്റ് നിന്നിട്ട് അധികാരമുള്ള ശബ്ദത്തിൽ കാറ്റിനോടും കടലിനോടും സംസാരിച്ചപ്പോൾ, കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് പറഞ്ഞപ്പോൾ കാറ്റ് അമർന്നു, കടല് ശാന്തമായി തിരുവാനിടയായി തീർന്നു. ഞാൻ ചോദിക്കട്ടെ, കാറ്റിന് ചെവിയുണ്ടോ? കടലിന് ചെവിയുണ്ടോ? മനുഷ്യരാരും പറഞ്ഞാൽ കേൾക്കാൻ അതിന് ചെവിയില്ല. എന്നാൽ കാറ്റിനെ നിർമ്മിച്ചയാള്, കടലിനെ നിർമ്മിച്ചയാള് അതിനോട് കൽപ്പിച്ചാൽ അതിന് കേൾക്കാൻ ചെവിയുണ്ട്. കാറ്റ് അടങ്ങി, കടല് ശാന്തമായി. ആ ഭാഗം അവസാനിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം വീട്ടിൽ പോയി വായിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നല്ലോ, ഇവൻ ആർ? അവിടെ മറുപടി കൊടുത്തിട്ടില്ല. എന്നാൽ പഴയ നിയമം ശരിക്കറിയാവുന്നവർക്കറിയാം, യോനായുടെ പുസ്തകം അറിയാം. ആരാ കാറ്റിനോട് കൽപ്പിക്കുന്നത്? ആരാ മീനിനോട് കൽപ്പിക്കുന്നത്? ആരാ കടലിനോട് കൽപ്പിക്കുന്നതെന്ന് പഴയ നിയമം അറിയാവുന്ന, പുറപ്പാടിന്റെ ചരിത്രം അറിയാവുന്നവർക്ക് വ്യക്തമായി അറിയാം. കാറ്റിന്റെ മേലും കടലിന്റെ മേലും അധികാരമുള്ളത് ആർക്കാന്ന്? മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം വായനക്കാരനോട് വിളിച്ചു പറയുക, പഴയ നിയമത്തിൽ വായിച്ചിട്ടില്ലേ കാറ്റിന്റെ മേലും കടലിന്റെ മേലും അധികാരമുള്ളത് ആരാണെന്ന്? അത് തന്നെയാണ് മനുഷ്യത്വം ഉടുത്ത് വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിങ്കിൽ നിന്നും ഏകജാതനായവന്റെ തേജസ് ആയി കണ്ടു. പടകിൻ കർത്താവിന്റെ അവകാശവാദങ്ങളെക്കാൾ പലപ്പോഴും കർത്താവിന്റെ പ്രവൃത്തിയിലൂടെയാണ് കർത്താവ് തെളിയിച്ചു തരാനാണ്. എന്നാൽ ഈ അവകാശവാദങ്ങളെല്ലാം അരക്കിട്ടുറപ്പിച്ച ഒരു സംഭവമായിരുന്നു യേശുവിന്റെ പുനരുദ്ധാനം. പരസ്പരയ ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിച്ചു. ശ്രദ്ധിക്കണേ, ഇന്ന് രാത്രി ശ്രദ്ധിക്കണ, വിനീതമായി ദൈവവചന പ്രസംഗകൻ എന്നുള്ള നിലയിൽ, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന ഒരു ചെറിയ അധ്യാപകൻ എന്നുള്ള നിലയിൽ, വേറെ ആരും ഉയർത്തിട്ടില്ലെങ്കിൽ, വേറെ കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുകയാണെങ്കിൽ, ഞാൻ റിപ്പീറ്റ് ചെയ്യാം, പ്രോഫറ്റ്സിന്റെയും പ്രീസ്റ്റിന്റെയും ഫിലോസഫേഴ്സിന്റെ എല്ലാം അടഞ്ഞു കിടക്കുകയാണെങ്കിൽ, ലോകത്തെ ചരിത്രത്തെ വെട്ടിപ്പിടിക്കാൻ പോയ സാമ്രാട്ടുകളുടെ കല്ലറ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ, ലോകത്തെ പഠിപ്പിച്ച ഫിലോസഫേഴ്സിന്റെ ശാസ്ത്രിമാരുടെ കല്ലറ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ കല്ലറ മാത്രമാ തുറന്നതെങ്കിൽ ഈ സുവിശേഷങ്ങളിലെ യേശുവിന്റെ അവകാശവാദങ്ങൾ പരിശോധിക്കണം. കാരണം അവൻ
പറഞ്ഞത് സത്യമാ, അവന്റെ അവകാശങ്ങൾ സത്യമാ, അവൻ ആരാന്നുള്ളതിന്റെ തെളിവ് അത് വ്യക്തമായി മനുഷ്യവർഗത്തിന് മുമ്പിൽ ഒരു തുറന്ന കല്ലറയുടെ വെളിവാക്കുകയാണ്. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചു. ഞങ്ങൾ പാടുന്നൊരു പാട്ടുണ്ട്, ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ, എന്നാൽ ഉന്നതനായ മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാഴുന്നു. കരങ്ങളെ ഉയർത്തി ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. കാൽവറിനാഥൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങിയില്ല. ഈ കോവിഡിന്റെ കോണ്ടസിൽ എത്രയോ പ്രാവശ്യം പാടി സന്തോഷിച്ചൊരു പാട്ട, മൃത്യുവേ വെന്നവൻ അത്യുന്നതൻ വിണ്ണിൽ രാജാതിരാജാവായി കർത്താതി കർത്താവായി വാഴുന്നുണ്ട് കേട്ടോ. ഇന്ന് രാത്രി ഈ സുവിശേഷത്തോട് പ്രതികരിച്ചാൽ, ഈ മെസ്സേജിനോട് പ്രതികരിച്ചാൽ, ഹൃദയത്തിന്റെ കവാടത്തെ തുറന്ന് രാത്രി യേശുവിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ നിന്റെ സ്റ്റോറിയെ എന്റെ കർത്താവ് ഇന്ന് രാത്രി മാറ്റും. നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഇന്ന് രാത്രി കർത്താവ് തരുവാനിടെ. യേശു ജീവിക്കുന്നു. നോക്കിയേ, ദൂതന്മാർ വിളിച്ചു പറഞ്ഞ മെസ്സേജ് എന്നറിയാമോ? ദൂതന്മാർ വിളിച്ചു പറഞ്ഞ മെസ്സേജ് ഇതാണ്, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ ഉയർപ്പിച്ചു. അവനിവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ തന്നെ അവനെ ഉയർത്തെഴുന്നേറ്റു. He is alive. എനിക്കറിയാം, ഞാൻ പ്രസംഗിക്കുമ്പോൾ വേദോസം നല്ലവണ്ണം അറിയാവുന്നവരാ കുന്നംകുളത്തുള്ളവര്. അപ്പോസ്തല പ്രവൃത്തി, ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ അടുത്ത യൂണിറ്റ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി. 28 ചാപ്റ്റേഴ്സ് ഉണ്ട്. 28 ചാപ്റ്റേഴ്സ്. ലൂക്കോസിന്റെ സുവിശേഷം നസ്രയത്തിൽ ഗലീലയിൽ ആരംഭിച്ച് യെരുശലേമിൽ അവസാനിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി യെരുശലേമിൽ അവസാനിച്ച് ലാസ്റ്റ് തീരുന്ന റോമിൽ അവസാനിക്കുന്നത്. ശ്രദ്ധിച്ചേ, ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ശ്രദ്ധിച്ച് വായിക്കണം. 40 നാളോളം അവർക്ക് പ്രത്യക്ഷപ്പെട്ടു, താൻ തെളിയിച്ചു കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, 2000 വർഷങ്ങളായിട്ട് ക്രിസ്ത്യാനിത്വം ഇവിടെയുണ്ട്. ഇവരെല്ലാം പേടിച്ച് ഓടിപ്പോയവരാ, കഥകളുടെ ചാകത്തിരുന്നവരാ. ഇവരെങ്ങനെ ധൈര്യശാലികളായി മാറി? 2000 വർഷങ്ങളായിട്ട് എന്തുകൊണ്ട് ആർക്കും നശിപ്പിക്കാൻ കഴിയാതെ ദൈവത്തിന്റെ സഭ ഈ ഭൂമിയുടെ മുകളിലുണ്ട്? ഒറ്റ റീസണേ ഉള്ളൂ, യേശു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. അത് മാത്രമല്ല, പത്രോസൊക്കെ ഓടിപ്പോയി, ഒരു ബാല്യക്കാരത്തിന്റെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞതാ. എന്നാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം ഉയർപ്പിച്ചു എന്ന് ധൈര്യത്തോടെ പറയാൻ തക്കവണ്ണം എങ്ങനെയാ പത്രോസിന്റെ ജീവിതം മാറ്റപ്പെട്ടത്? എങ്ങനെയാ ശിഷ്യന്മാരുടെ ജീവിതം മാറ്റപ്പെട്ടത്? ഒറ്റ ആൻസറേ ഉള്ളൂ, നസ്രയനായ യേശു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. അവരൊക്കെ തങ്ങളുടെ ജീവനെ യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാ രക്തസാക്ഷികളായി തീർന്ന പറയുന്നത്. സ്തെഫാനോസ് തൊട്ടിങ്ങോട്ട് എത്ര രക്തസാക്ഷികൾ! ഇവരൊക്കെ എങ്ങനെയാ തങ്ങളുടെ ജീവനെ സത്യമല്ലെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഒരാൾ തന്നെ ജീവൻ കൊടുക്കൂ? ഒരിക്കലും കൊടുക്കത്തില്ല. അവർക്കുറപ്പായിരുന്നു. അവർ ആ തേജസ് കണ്ടിട്ടാണ് നമുക്ക് തന്നത്. അവർക്കുറപ്പായിരുന്നു, നസ്രയനായ യേശു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രി ഒന്ന് പരിശോധിക്കണം കേട്ടോ. ജീവിതത്തെയും മരണത്തെയും വിഭജിക്കുന്ന മെസ്സേജായത്. ഇന്ന് രാത്രി ഈ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുവാൻ, മരണത്തിൽ ജീവനിലേക്ക് വരുവാൻ ദൈവം ഒരുക്കിയ രക്ഷാമാർഗമാ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണോപനം എഴുതാൻ. സ്തോത്രം. യേശു ഇന്നും ജീവിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തിയിലേക്ക് നോക്കി, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയാ, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി എന്ത് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ നോക്കിയേ, കുന്നംകുളത്താണെങ്കിലും സഭ പണിയുന്നത് പാസ്റ്റർ അല്ല, ഇത് കർത്താവാ, ഇതിന്റെ നാഥൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ സഭയാന്നോട് ഓർക്കണേ. ഇതിനകത്ത് വിഭജനം കൊണ്ടുവരുന്നവരും, ഇതിനകത്ത് പൊളിറ്റിക്സ് ഇറക്കുന്നവരും, ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ദൈവത്തോട് യുദ്ധം ചെയ്യുന്നു. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാ, അത് നശിപ്പിക്കരുത്. ദൈവമാണ് അത് പണിയുന്നത്. പൗലോസിന് അങ്ങനെ ഒരു തെറ്റുപറ്റി. ദൈവം പണിയാൻ ശ്രമിച്ചതിനെ പൗലോസ് നശിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ 9-ാമത്തെ അധ്യായത്തിൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ഉച്ചയ്ക്കുള്ള സൂര്യനേക്കാൾ പ്രഭയുള്ള ഒരു മുഖം, തേജസ്സിന്റെ മുഖം പ്രത്യക്ഷപ്പെട്ടിട്ട്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് തർശോസുകാരനായ പരീശനായ ക്രിസ്തുമാർഗത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച പൗലോസോടെ മുട്ടുകുത്തി. പൗലോസിന് മനസ്സിലായി, യേശു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. അതിന് തൊട്ട് പുറകിലുള്ള ഒരു ചാപ്റ്ററിൽ ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി യൗവനക്കാരനായ സ്തെഫാനോസ്, അവന്റെ മുഖം ഒരു ദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചു. അവനെ അവർ തള്ളി പുറത്താക്കി. ആ നഗരവാതിലിന് പുറത്ത് വെച്ച്, യെരൂശലേം നഗരവാതിലിന് പുറത്ത് വെച്ച് വലിയ കല്ലുകൾ, കൂർത്ത കല്ലുകൾ കൊണ്ട് ഒരു പേപ്പർ കഷ്ണം ചിതറപ്പെടുന്നത് പോലെ ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി അവിടെ മുട്ടുകുത്തി. അവനോ മുട്ടുകുത്തി. എന്നാൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ കല്ലുമായി നിൽക്കുന്ന ഈ സമൂഹത്തിന്റെ, പല്ല് ഞെരിച്ചുകൊണ്ടുവന്ന സമൂഹത്തിനടുവിൽ അവന്റെ മുഖം തേജസ് കൊണ്ട് പ്രകാശിച്ചിട്ട് ഈ നീല കട്ടനങ്ങ് മാറ്റിക്കൊടുത്തപ്പോൾ അവൻ കണ്ടത് ദൈവത്തിന്റെ തേജസ്സിന്റെ മഹത്വവും വലത്
വലതു ഭാഗത്ത് യേശു എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ചയാണ്. എൻ്റെ ഏറ്റവും ഇളയ മകന്റെ പേര് ജോഹാൻ എന്ന. ജോഹാൻ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, എന്തിനാ പപ്പ യേശു ഇരിക്കുന്നെന്നല്ലേ പറഞ്ഞിരിക്കുന്ന വലതു ഭാഗത്ത്, എന്നാൽ ഇവിടെ യേശു എഴുന്നേറ്റ് നിൽക്കുന്ന പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ, അത് സ്തെഫാനോസിനെ സ്വീകരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക. കല്ലറ കൊണ്ട് അവസാനിച്ചില്ല കേട്ടോ. മഹത്വത്തിന്റെ വലതു ഭാഗത്തിരുന്ന് രാജാതി രാജാവായി കർത്താതി കർത്താവായി അവൻ എന്നും വാഴുകയാ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ മെസ്സേജ് എന്നറിയാമോ? യേശു ഇന്നും ജീവിക്കുന്നു. കുന്നംകുളത്ത് ഇങ്ങനെ ഒരു സഭയുണ്ടാകത്തില്ലായിരുന്നു യേശു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ. പൗലോസ് പറയാ, യേശു ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാ. ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ പാപങ്ങളിലായിരിക്കുന്നത്, എന്നാൽ വ്യർത്ഥമല്ല. കാരണം യേശു ഉയർത്തു. ഞങ്ങളുടെ ഉള്ളിൽ ആ ഉയർപ്പിന്റെ തുടിപ്പുണ്ട്. ഹല്ലേലൂയ. ആ പുനരുദ്ധാനത്തിന്റെ ശക്തി ഞങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്നുണ്ട്. ഒരു ചെറിയ വാക്യോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. 5 മിനിറ്റ് അവസാനിപ്പിക്കാം. അതിന്റെ 7-8 വാക്യങ്ങളൊന്ന് വായിച്ചാണ്. നോക്കിയേ, ദൂതന്മാരുടെ പ്രസംഗം കണ്ടിന്യൂ ചെയ്യുക. യേശു ഉയർത്തെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയില്ല. അവർ പിന്നെയും പറയാ, ദൂതന്മാരുടെ പ്രസംഗം. അവർ പറയാ, മുമ്പ് ഗലീലയിൽ ഇരുന്നപ്പോൾ തന്നെ കർത്താവ് നിങ്ങളോടെന്ന് പറഞ്ഞു, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ എന്ത് ചെയ്യും? ഏൽപ്പിക്കപ്പെടും. അങ്ങനെയല്ല അവിടെ ഇരിക്കുന്നത്. എന്നാൽ അവിടെ കൊണ്ട് സ്റ്റോറി തീർന്നോ? പിന്നെ എന്ത് പറ്റി? 3-ാം നാൾ. ഓക്കെ, ഇതാരുടെ ക്ലാസ്സാ? ഇതാര് പഠിപ്പിച്ചതാ? ഇത് യേശു പഠിപ്പിച്ചതാ. തന്നെ അനുഗമിച്ചവരോട് പറഞ്ഞു, ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടോ, എല്ലാം ശരിയാ, എന്നാൽ ഇതിനപ്പുറത്തൊരു ക്രൂശുണ്ട്. എന്നാൽ ആ ക്രൂശ് കൊണ്ട് തീരത്തില്ല, അതിനുശേഷം ഒരു ഉയർപ്പുണ്ട്. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ചാപ്റ്റർ ഞാൻ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. 2ാമത്തെ യൂണിറ്റ് എമോസിലേക്ക് പോയ സ്റ്റോറിയാ. അവിടെ യേശുവിൻ്റെ ക്ലാസ്സാ. ടെക്സ്റ്റ് എന്നാണെന്നറിയാമോ? പഴയ നിയമം, മോശയുടെയും പ്രവാചകന്മാരുടെയും തിരുവെഴുത്തുകളുടെ ബേസിൽ യേശുവിൻ്റെ കഷ്ടാനുഭവത്തെയും പുനരുദ്ധാനത്തെയും കർത്താവ് പഠിപ്പിച്ചു. കണ്ണ് 2 നിരോധിച്ചിരുന്നു. 2 പേരേ ഉള്ളൂ. 2 പേരാണെങ്കിലും കർത്താവ് ക്ലാസ് എടുക്കും അല്ലേ? 2 പേർക്ക് വേണ്ടി. ഞങ്ങളെന്നെ വിളിക്കുന്ന മൊബൈൽ ബൈബിൾ ക്ലാസ് എന്നാ. മൊബൈൽ ബൈബിൾ നടന്നുകൊണ്ടാണ് ക്ലാസ് എടുത്തത്. പക്ഷെ അവരുടെ ഹൃദയത്തിന് തീ പിടിച്ചു. കാരണം കർത്താവ് ആ വചനം വിഭജിക്കുന്നേ. അവരുടെ ഉള്ളിൽ തീ കത്തി. പുറത്തെ കണ്ണടഞ്ഞെങ്കിലും അകത്തെ കണ്ണ് തുറന്നു. വചനത്തിൽ അവരെ ഉറപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, പഴയ നിയമത്തിൽ ക്രൂശ് ഉണ്ടോ? പഴയ നിയമത്തിൽ പുനരുദ്ധാനമുണ്ടോ? ഉണ്ട്. ഞങ്ങൾ കത്രിമേശയ്ക്ക് വായിക്കുന്ന എത്രയോ പാസേജുകളുണ്ട്. എത്രയോ പാസേജ് ഉണ്ട് ക്രൂശിനെ ധ്യാനിക്കുന്ന പാസേജ്. എല്ലാം ഇന്ന് രാത്രി വിശദീകരിക്കാൻ സമയമില്ലല്ലോ. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കത്തില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും അല്ലേ? അതിനുശേഷം അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. പുനരുദ്ധാനം പഴയ നിയമത്തിൽ ഉണ്ടെന്ന് കർത്താവ് എമോസിലേക്ക് പോയവർക്ക് ക്ലാസ് എടുത്തു. എന്നാൽ ഇവിടെ ദൂതന്മാർ പറയുന്നത് പഴയ നിയമമല്ല, കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ എടുത്ത ക്ലാസ്സാ. കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ എടുത്ത ക്ലാസ്സാ. കർത്താവ് തന്നെ പഠിപ്പിച്ചു. ശ്രദ്ധിച്ചേ, യേശു പറഞ്ഞ വാക്ക് സംഭവിച്ചു. അതല്ലേ ആ വാക്കിന്റെ അർത്ഥം? കർത്താവ് പഠിപ്പിച്ചു, കർത്താവ് വാഗ്ദത്തം ചെയ്തു ക്രൂശ്, അതിനുശേഷം പുനരുദ്ധാനവും അതുപോലെ തന്നെ സംഭവിച്ചു. ബിജോഷ് പാസ്റ്റർക്ക് ഞാനൊരു 10,000 രൂപ അടുത്തയാഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാനത് പാലിച്ചാൽ ഞാൻ ആ കാര്യത്തിൽ വിശ്വസ്തനാണ്. 10,000 രൂപയുടെ കാര്യമുള്ളത്. അല്ലെങ്കിൽ ഒരു പേന കൊടുക്കാന്ന്. ഇതൊരു പേനായും ഷൂസും ഒന്നും അല്ല ഇവിടെ പ്രോമിസ് ചെയ്തത്. ഇത് മരണവും കല്ലറയും ജീവനുമാ പ്രോമിസ് ചെയ്തത്. അൾട്ടിമേറ്റായ കാര്യത്തിന്റെ മേൽ യേശുവിന്റെ വാക്ക് സത്യം സത്യമെന്നും ഉവ്വെന്നുവ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ചെറിയ കാര്യമല്ല. പത്മോസിന്റെ ഏകാന്തതയിൽ ആ ശിഷ്യന്റെ മുമ്പിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോടിന് സദൃശമായ കാലുകളുള്ളവനായി, രാജമുടികളോടെ കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിനു മുമ്പിൽ മരിച്ചവനെ പോലെയായവന്റെ കാൽക്കൽ വീണു. എന്ന് ശ്രദ്ധിക്കണേ, വെളിപ്പാട് പുസ്തകം 17-18 ഇങ്ങനെയുണ്ട്. അവൻ തന്റെ വലതുകരം യോഹന്നാന്റെ മേൽ വെച്ചു, തന്റെ പ്രിയ ശിഷ്യന്മേൽ. ക്രൂശിന്റെ തകർച്ച കണ്ട ആ കണ്ണുകളുടെ മുമ്പിൽ തേജസ്സിന്റെ ഉയർപ്പിന്റെ ആ വലിയ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ദർശനം കാണുക. തന്റെ ഒരു കൂട്ടുകാരന്റെ മേൽ വെക്കുന്നത് പോലെ, സ്കൂളിലേക്ക് പോകുന്ന കൂട്ടുകാരന്റെ മേൽ വലതുകരം വെക്കുന്നത് പോലെ തന്റെ അരുമ ശിഷ്യന്റെ മേൽ വലതുകരം വെച്ചിട്ട് അവനോട് പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുക.
പറഞ്ഞിരിക്കുക. മാത്രമല്ല, മരണത്തിന്റെ മേലും പാതാളത്തിന്റെ മേലും അതിന്റെ മേൽ താക്കോൽ എന്റെ കൈവശമുണ്ട്. നീ സേവിക്കുന്ന കർത്താവ് ആരെന്ന് നിനക്കറിയാമോ? നീ വിളിച്ചപേക്ഷിക്കുന്ന കർത്താവ് ആരെന്ന് നിനക്കറിയാമോ? മരണത്തിന്റെ മേലും പാതാളത്തിന്റെ മേലും അധികാരമുള്ളവനായ കർത്താവ്. ഈ കാറ്റിനെയും ഈ കോളിനെയും ഒന്നും കണ്ട് ഭാരപ്പെടേണ്ട. ചെറിയ സങ്കടങ്ങളുടെ മുമ്പിൽ ഇട്ടിട്ട് പോകണ്ട. നിരാശപ്പെടേണ്ട. ചെറിയ കാര്യങ്ങളുടെ മേലല്ല, ഏത് കാര്യത്തിന്റെ മേലും അധികാരമുള്ള, സകലത്തിന്റെ മേലും അബ്സല്യൂട്ടായ നിയന്ത്രണമുള്ള ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഉയർത്തെഴുന്നേറ്റു. ശ്രദ്ധിച്ചേ, ഞാൻ പറഞ്ഞല്ലോ സുഗന്ധമുള്ളൊരു മെസ്സേജ് ആയത്. കാനാവിലെ കല്യാണ വീട്ടിലെ ആദ്യത്തെ അത്ഭുതം നടന്നത്. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. പുതിയ മശിഹായുടെ വീഞ്ഞ് 180 ഗാലൻസ് വൈൻ. യെശയ്യാവിന്റെ പുസ്തകത്തിൽ മശിഹ വരുമ്പോൾ വൈൻ ഒഴുകും. അത് അതുപോലെ ഫുൾഫിൽ ചെയ്യുക. യേശുവിന്റെ ശുശ്രൂഷയിൽ പറഞ്ഞു, ഇത് മശിഹായുടെ യുഗം ആരംഭിക്കുക. പുതിയ വീഞ്ഞിന്റെ ആരംഭമാണ്. അതിനുശേഷം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ, പഴയത് കഴിഞ്ഞുപോയി. ഇതാ കർത്താവിന്റെ പുനരുദ്ധാനം, ആ പുതിയതിന്റെ തുടക്കമാണ്. The new is beginning. ആദമിന്റെ ഓർഡർ അല്ല. ആദമിന്റെ ഓർഡറിന് വ്യത്യസ്തമായി ഉയർത്തെഴുന്നേറ്റവന്റെ മറ്റൊരോർഡറിന്റെ തുടക്കം, ഒരു പുതിയ തുടക്കമായത്. വെളിപ്പാട് 25 പറയാ, ഞാനൊരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും കണ്ടു. ഇതിവിടെ ആരംഭിക്കുക. മുന്നോട്ട് പോയി ഇതിന്റെ പൂർത്തീകരണം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. ദൈവം താൻ അവരോടുകൂടെ വസിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകത്തില്ല, ദുഃഖവും മുറവിളിയും ഒന്നും ഇനി ഉണ്ടാകത്തില്ല. ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. രാത്രി ഒരു പ്രത്യാശ നമുക്കുണ്ട്. അനധിവിദൂര ഭാവിയിൽ ആകാശമേഘങ്ങളെ വാഹനമാക്കി കർത്താവ് വരും. കർത്താവിന്റെ രണ്ട് ദൂതന്മാർ ഈ കല്ലറയ്ക്കകത്ത് നിന്നതുപോലെ പുനരുദ്ധാനം ചെയ്തു പോകുമ്പോഴും 2 ദൂതന്മാർ നിന്നിട്ട് പറഞ്ഞു, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ കണ്ടതുപോലെ പോയതുപോലെ അവൻ വീണ്ടും വരും. മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ കർത്താവ്. റോമർ 8:15 പറയുന്നതിന് അറിയുമോ? യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇതൊരു വലിയ പ്രത്യാശയാണ്. ലോകത്തിന്റെ ഒരു സത്തിനും ഒരു ഫിലോസഫിക്കും ഒരു തത്വസംഹിതയ്ക്കും ഒരു ജ്ഞാനത്തിനും തരാൻ കഴിയാത്ത, ഒന്നിനും തരാൻ കഴിയാത്ത വലിയൊരു പ്രത്യാശ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ നൽകി തന്നിരിക്കുക. ഈ ബലഹീനമായ ശരീരങ്ങളുടെ ഉള്ളിൽ യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ പ്രത്യാശ, യേശുവിന്റെ പുനരാഗമനത്തിന്റെ പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ട്. കരങ്ങൾ ഉയർത്തി രാത്രി നമുക്കൊരു പ്രാവശ്യം ദൈവത്തെ സ്തുതിക്കാം. എല്ലാ മഹത്വവും മാനം പുകഴ്ചയും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ദൈവദാസനോട് ദൈവസഭയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിൽക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കും.